ശരീരത്തിന്റെ നിജാവസ്ഥയെ താൻ ഉറപ്പിച്ചു. മോഹങ്ങളിൽ മുഴുകിയിരുന്ന നമ്മുടെ സ്വഭാവത്തെ തന്റെ ദൈവത്വമാകുന്ന അഗ്നിയുടെ യോജിപ്പാൽ ശക്തി പ്രാപിച്ചതിനെ മത്സ്യത്തിൽ കൂടെ താൻ സൂചിപ്പിച്ചു. തന്റെ മനുഷ്യത്വത്താൽ ചൂടുപിടിച്ചവരെ വറുത്ത മത്സ്യം എന്ന പോലെ ഉറപ്പിക്കുകയും തന്റെ ദൈവത്വത്തിൽ സംബന്ധപ്പെട്ടവരെ താൻ ഭക്ഷിച്ച തന്റെ കട്ടയാൽ സ്ഥിരീകരിക്കുകയും ചെയ്തു. താൻ എങ്ങനെ ഭക്ഷിച്ചു എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല. ശ്ലൈഹിക വചനപ്രകാരം താൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. തന്റെ മരണത്തിൽ ശിഷ്യന്മാർ വിലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ തന്റെ സമാധാനത്താലും ദർശനത്താലും തന്റെ ഭക്ഷണ മുഖാന്തരവും സന്തോഷിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ഉറപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം അവർക്ക് വീണ്ടും സമാധാനം നൽകി അവരോട് നിങ്ങൾക്ക് സമാധാനം എന്ന് അരുളി ചെയ്തു. പാപത്താൽ പഴുകിയിരുന്ന ലോകം മുഴുവനെയും ശിഷ്യപ്പെടുത്തുവാൻ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഞാൻ ഊതി നിങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പിൻ. നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെടും. ആരുടെയെങ്കിലും പാപങ്ങൾ പിടിച്ചാൽ അവ പിടിക്കപ്പെടുമെന്നും അരുളി ചെയ്തു. ആചാരിത്വത്തിന്റെ ശ്രേഷ്ഠദാനത്തെ 10 സ്ലീഹന്മാരും ക്ലയോഫായും ലൂക്കോയുമാകുന്ന തന്റെ 2 അറിയിപ്പുകാരും ഉൾപ്പെടെ 12 പേർക്ക് നൽകി. എന്തെന്നാൽ തോമ ഓടി ഒളിച്ചിരുന്നു, യൂദ നശിച്ചു പോയിരുന്നു. 12 എന്ന സംഖ്യയ്ക്ക് കുറവ് വരാതിരിക്കുവാൻ തന്നെ ഇരട്ട എന്ന് വിളിക്കപ്പെടുന്ന തോമായോട് ശിഷ്യന്മാർ ഞങ്ങൾ നമ്മുടെ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞു. എന്നാൽ അവൻ അവരുടെ വചനത്തെ വിശ്വസിച്ചില്ല. അവൻ മറുപടിയായി അവരോട് അവന്റെ ആണിപ്പാടുകളെ കണ്ട് വിശ്വസിച്ചവരെ പോലെ ഞാനും കാണാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. പരിശുദ്ധ ആചാരത്വത്തിന്റെ ശുശ്രൂഷയെ പാളയത്തിൽ താമസിച്ച എൽദാദും മേധാദും ആത്മദാനത്താൽ പ്രാപിച്ച പ്രകാരം പ്രാപിക്കുന്നവനെ യോഗ്യനാക്കി. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വസിക്കുകയും അവർ പ്രവചിച്ച് തുടങ്ങുകയും ചെയ്ത പ്രകാരം തന്നെ അവരുടെ നിരൂപണയുടെ അഗാധങ്ങളിൽ അവരെ വേദനിപ്പിച്ചുകൊണ്ടിരുന്ന ദുഃഖകരമായ സങ്കടത്തെ മാറ്റുകയും അതിനു പകരം സന്തോഷവും ആനന്ദവും അവരെ ധരിപ്പിക്കുകയും ചെയ്തു. ഇതാണ് ആ സെദ്ര. അത് മുഴുവനില്ല, അതിന്റെ ആ പ്രധാന ഭാഗം മാത്രമാണ് ഞാൻ കേൾപ്പിച്ചത്. അപ്പൊ ആ സെദ്രായി പറയുന്നത് പാളയത്തിൽ മെൽദാദും ഏതാദും 70 പേര് പർവ്വതത്തിലോട്ട് പോയി, 2 പേര് പാളയത്തിൽ. ആ 2 പാളയത്തിരുന്നവർക്കും ഈ പരിശുദ്ധാത്മാവിനെ കിട്ടി. അതുപോലെ 12 ഉൾപ്പെടാതിരുന്ന ഈ ലൂക്കോസും ക്ലയോഫാവും എന്ന് പറഞ്ഞ 2 പേർക്കും കൂടെ ചേർത്താണ് ഈ കൊഹനൂസ കൊടുത്തതെന്ന്. യൂദ നശിച്ചു പോയിരുന്നു, തോമ ഓടി ഒളിച്ചിരുന്നു എന്നും വ്യക്തമായി സുറിയാനി സഭയുടെ പ്രയർ ഇങ്ങനെ ഇരിക്കുമ്പോൾ സുറിയാനി സഭയുടെ എക്ലീഷിയോളജി അതാണ്. അപ്പൊ ആ സഭയ്ക്കകത്ത് അതാണ് വിശ്വാസം. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ കൽപ്പന അയച്ചത്. അത് ഇവര് വേളം വെക്കേണ്ട കാര്യമില്ല. ഇതിനെ ബൈബിളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യോഹന്നാസ്ലീഹയുടെ 20 യോഹന്നാസ്ലീഹയും പറയുന്നുണ്ട് തോമസ് അവിടെ ഇല്ലായിരുന്നു. പിന്നെ എന്താണ് ഇതിനകത്ത് പ്രശ്നം? ഇത് സുറിയാനി സഭയുടെ പൊസിഷൻ വളരെ കേട്ടിടത്തോളം ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഞാൻ പക്ഷെ അപ്പൊ എല്ലാരും കേട്ടല്ലോ, സുറിയാനി സഭയുടെ എക്ലീഷിയോളജിയാണ്. ആ എക്ലീഷിയോളജി പ്രകാരം തോമാസ് ലീഹയ്ക്ക് കൊഹനൂസോ കിട്ടിയിട്ടില്ലെന്നാണ് ശിവപീഡികയിൽ പറയുന്നത്. അതാണ് അവരുടെ പാത്രികീസ്, യാക്കോബ് തൃതീയൻ പാത്രികീസ് മുമ്പ് ഒരിക്കൽ മലങ്കര സഭയ്ക്ക്, ഓർത്തഡോക്സ് സഭയ്ക്ക് എഴുതിയ ഒരു കത്തിനകത്തിൽ, ഒരു കൽപ്പനയ്ക്കകത്ത് പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ, തോമാസ് ലീഹയ്ക്ക് പൗരോഹിത്യമില്ല. അതിന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നുള്ള ഭാഗം എടുത്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്നതിന് ഒരു വിശദീകരണമാണ് ശിവപീഡികയിൽ കൊടുക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു സെതറ, ഒരു പ്രിമിയോൻ സെതറ യാക്കോബ സഭയ്ക്കുണ്ട്. ആ പ്രിമിയോൻ സെതറയെ പറയുന്നു കൊഹനൂസ കൊടുത്ത സമയത്ത് തോമാസ് ലീഹ അവിടെ ഇല്ലായിരുന്നു. അപ്പൊ തോമാസ് ലീഹയ്ക്കും യൂദയ്ക്കും, അതിനകത്തിൽ ഏറ്റവും വലിയ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ, യൂദ നാശയോഗ്യനായ കർത്താവിനെ ഒറ്റുകൊടുത്ത ആ യൂദയോട് ചേർത്തിട്ട് തോമസ് ലീഹയെ വെച്ചിട്ട് ആ സെതറയെ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ഇവർക്ക് 2 പേർക്കും പകരമായിട്ട് ക്ലയോപ്പാവിനും ലൂക്കയ്ക്കും പൗരോഹിത്യം ലഭിച്ചു എന്നാണ് ഇവരുടെ സുറിയാനി സഭയുടെ എക്ലീഷിയോളജി. മനസ്സിലായല്ലോ, എക്ലീഷിയോളജി പറഞ്ഞിരിക്കുന്നത്.
അപ്പം ഇത് ബേസിക്കലി കേട്ടപ്പോൾ തന്നെ ഇത് കേട്ടപ്പോൾ തന്നെ നമ്മൾ ഏറ്റവും പെട്ടെന്ന് മനസ്സിൽ ഓടി വരുന്നത് ലൂക്കോസ് എന്നാണ് സഭയിലേക്ക് വന്നത് എന്നുള്ള ചിന്തയായിരിക്കും. ഏതൊരു ബേസിക്കലി ബൈബിൾ അറിയാവുന്ന, ബേസിക്കലി ഈ സെതറെ പറ്റി ഒന്നും അറിയേണ്ട ആവശ്യമില്ല, പക്ഷെ ബേസിക്കലി ബൈബിൾ വായിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആദ്യം മനസ്സിൽ വരേണ്ട ചിന്ത എന്താണ്? ലൂക്കോസ് എന്നാണ്. ലൂക്കോസ് അന്ന് ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞാൽ ലൂക്കോസ് അന്ന് സഭയിൽ ഉണ്ടായിരുന്നു. അന്ന് കർത്താവ് ഉണ്ടാകുന്ന സമയത്ത് കർത്താവ് ഈ പറയുന്ന പോലെ മരിച്ചുയർത്ത ആ കാലഘട്ടത്തിൽ കർത്താവിന്റെ കൂടെ ലൂക്കോസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ബേസിക്കലി ഒരു ചിന്ത വരേണ്ടത്. കാരണം എന്താണ്? കാരണം അപ്പോസ്തല പ്രവൃത്തിയിൽ ലൂക്കോസിനെ നമ്മൾ കാണുന്നത് പൗലോസിന്റെ ശിഷ്യനായിട്ടാണ്. പൗലോസ് ലീഹയുടെ ശിഷ്യനായിട്ടാണ് ലൂക്കോസിനെ നമ്മൾ കാണുന്നത്. അപ്പൊ ഈ ലൂക്കോസ് അന്ന് അവിടെ ഉണ്ടായിരുന്ന, അവിടെ ഇവർക്ക് പകരമായിട്ട്, രണ്ടുപേർക്ക് പകരമായിട്ട് ഇവർക്ക് ലൂക്കോസിനെ ക്ലെയോപ്പാവിനും കിട്ടിയെന്നാ പറഞ്ഞത്. അപ്പൊ 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 അന്നേരമേ നമ്മുടെ മനസ്സിൽ ആദ്യമേ കത്തേണ്ട ഒരു കാര്യം ഇതാണ്, ലൂക്കോസ് അന്ന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. പക്ഷെ എങ്ങനെയാണ് ഇപ്പൊ ഇതിന്റെ ഒരു റീസൺ? ഇപ്പൊ സെതറ വരാനായിട്ടൊരു റീസൺ വേണമല്ലോ. സെതറ എന്ന് പറയുമ്പോൾ ഇവർ പറഞ്ഞ ഇവർ എക്ലേഷ്യോളജി ആണെന്നാ പറയുന്നത്. അപ്പൊ എക്ലേഷ്യോളജിക്ക് അനുസൃതമായിട്ട് അവിടെ 12 ശിഷ്യന്മാരിൽ 2 പേർക്ക് കിട്ടിയില്ല. അതിന് പകരമായിട്ട് ക്ലേപ്പാവിന് ലൂക്കയ്ക്കും കിട്ടി. അപ്പൊ ക്ലേപ്പാവ് എവിടുന്ന് വന്നു? ക്ലേപ്പാവ് എവിടുന്ന് വന്നു പറഞ്ഞാൽ ലൂക്കോസിന്റെ സുവിശേഷം 24 അവസാനത്തെ അധ്യായത്തിൽ 2 ശിഷ്യന്മാർ എമ്മോസിലേക്ക് പോകുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. ആ എമ്മോസിലേക്ക് പോകുന്ന വഴിക്ക് കർത്താവ് അവർക്ക് ഉയർത്തെഴുന്നേറ്റ് ഉത്ഥിതനായ കർത്താവ് അവർക്ക് പ്രത്യക്ഷനായിട്ട് അവരുമായിട്ട് കൂടെ നടന്ന് അവരോട് പല കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. അപ്പൊ അവര് കർത്താവ് ഇങ്ങനെ മരിച്ചു, കർത്താവ് മിശിഹയായിട്ട് ഞങ്ങൾ വിചാരിച്ച വ്യക്തിയായിരുന്നു, അദ്ദേഹം അദ്ദേഹം മരിച്ചുപോയി, അത് അവരെ കൊന്നു കളഞ്ഞു എന്നുള്ള കാര്യം പറയുന്നു. അപ്പൊ കർത്താവ് പിന്നീട് അവരെ ഉറപ്പിക്കുന്നുണ്ട്. അതായത് കർത്താവ് മരിക്കുകയും തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിൽ മരിച്ചു ഉയർക്കണം എന്നുള്ള കാര്യം തിരുവഴുത്തിന് പ്രകാരം അത് നടക്കേണ്ട കാര്യമാണെന്നൊക്കെ പറഞ്ഞ് അവരെ പ്രബോധിപ്പിക്കുന്നുണ്ട്. അവസാനം അവരുടെ വീട്ടിൽ ചെന്നിട്ട് അവരുടെ വീട്ടിൽ കർത്താവ് സന്ധ്യയായപ്പോൾ, അതായത് നേരം വൈകിയപ്പോൾ അവർ വീട്ടിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞ കർത്താവിനെയും അവർ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ആ 2 ശിഷ്യന്മാര്. എന്നിട്ട് അവിടെ അവർ ഭക്ഷണത്തിലിരിക്കുമ്പോൾ അപ്പം കർത്താവ് അപ്പം എടുത്തിട്ട് ഒരു നുറുക്കി കൊടുക്കും. അപ്പൊ അന്നേരം കർത്താവാണെന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ആ ഒരു ഭാഗം ലൂക്കോസിന്റെ അവസാനത്തെ 2 അധ്യായത്തിൽ കാണുന്നുണ്ട്, 24 അധ്യായത്തിൽ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവർക്ക് കർത്താവാണെന്ന് മനസ്സിലാക്കുകയും അതിനുശേഷം അവർ നേരെ ഈ 2 ശിഷ്യന്മാർ നേരെ യെരുശലേമിലേക്ക് തിരിച്ചു പോവുകയാണ്. ശിഷ്യന്മാരുടെ അടുത്ത് ചെന്നിട്ട് അവിടെ ചെല്ലുന്നുണ്ടെ പിന്നീട് കർത്താവ് വീണ്ടും അവർക്ക് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഈ ഭാഗത്തിനകത്ത് ക്ലെയോപ്പാവാണ് ഒരു ശിഷ്യൻ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ മറ്റൊരു ശിഷ്യൻ, രണ്ടാമത്തെ ശിഷ്യൻ, 2 പേരാണല്ലോ ഉള്ളത്. അതായത് രണ്ടാമത്തെ ആള് ലൂക്കോസ് ആണ് എന്നുള്ള തെറ്റിദ്ധാരണയിൽ എഴുതിവിട്ട അടിച്ചുവിട്ട ഒരു സെതറയാണ് ഇത്. ഇതാണ് ഇവരുടെ എക്ലേഷ്യോളജി. യാക്കോബായ സഭയുടെ ഞങ്ങൾ കേട്ടോണം, യാക്കോബായ സഭയുടെ എക്ലേഷ്യോളജിയാന്ന് പറഞ്ഞിട്ട് ഇവിടെ തോമാസ് ലിഹയ്ക്ക് കൊഹനൂസോ എന്ന് പറഞ്ഞാൽ പൗരോഹിത്യം, കർത്താവ് അപ്പോസ്തലനായ, കർത്താവിന്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരുവനായ ഈ തോമാസ് ലിഹയ്ക്ക് പൗരോഹിത്യമില്ലെന്ന് സ്ഥാപിക്കാനായിട്ട് ഇവനൊക്കെ ഉണ്ടാക്കിയ എക്ലേഷ്യോളജിയാണ്. അതായത് ലൂക്കോസിന് അതിന് പകരമായിട്ട് കിട്ടിയെന്ന് ഓർത്തോണം. 2 പേരെ ഈ നാശയോഗ്യനായ യൂദയുടെ കൂടെയാണ് തോമാസ് ലീഹ. അപ്പൊ എത്രമാത്രം സോക്കേടാണ് ഈ തോമാസ് ലീഹയുടെ ഉള്ളതെന്ന് ഓർത്തോണം. ഇവിടെ മലങ്കര കേരളത്തിലുള്ള സഭ, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള സഭ, ഭാരതസഭ തോമസ് ലീഹയാൽ സ്ഥാപിതമായ സഭയാണ്. തോമസ് ലീഹയാണ് ഇവിടെ സുവിശേഷം പറഞ്ഞത്. ഇവിടെ അങ്ങനെ സ്ഥാപിക്കപ്പെട്ട ഒരു സഭയാണ്. അങ്ങനെ ഒരു പൗരോഹിത്യയോട് നിലനിൽക്കുന്നു, അങ്ങനെ ഒരു ലീനേജോട് നിലനിൽക്കുന്നു എന്നുള്ളത് അവർക്ക് അംഗീകാര യോഗ്യമല്ലാതിരിക്കുമ്പോൾ ഇവിടെ അംഗീകരിച്ചു പോയാൽ എന്താണ്? ഇവിടെ ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു സഭ ഇവിടെ വരും എന്നുള്ള ഒരു താല്പര്യം നടക്കാതിരിക്കാൻ വേണ്ടി അവർ ഉണ്ടാക്കിയ ഒരു സെതറയാണെന്ന് വേണമെങ്കിൽ പറയാം. ഏത് കാലഘട്ടത്തിൽ എഴുതിയാന്നുള്ളത് പിന്നീട് ഈ പറഞ്ഞ ആൾക്കാർ തന്നെയാണ് പറയേണ്ടത്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, അതായത് ഇതാണ് ബേസിക്കലി ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഭാഗം. ഇതാണ്. ഇതെടുത്തിട്ട് ഈ എഴുതിയത് ലൂക്കോസ് ആയതുകൊണ്ട് ഒരു പക്ഷേ ഈ ലൂക്കോസ് ആയിരിക്കാം ഈ രണ്ടാമത്തെ വ്യക്തി എന്നുള്ള തെറ്റിദ്ധാരണയിലാണ്. എന്ന് പറഞ്ഞാൽ വചനം തീരെ അറിയാത്ത ഏതോ ഒരു കൊച്ചാണനാണ് ഈ സെതറ എഴുതുന്നത് പറയേണ്ടി വരും, എത്ര വലിയ പാർട്ടി എഴുതിയാലും എന്ന് പറയാം. കാരണം അപ്പോസ്തല പ്രവൃത്തി ബേസിക്കലി വായിച്ചാൽ ലൂക്കോസ് എന്നാണ് ഈ സീനിലേക്ക് വരുന്നത്. ലൂക്കോസ് ആണ് ലൂക്കോസിന്റെ സുവിശേഷം എഴുതിയത്. അതുപോലെ തന്നെ ലൂക്കോസ് തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തി എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞത് കൊണ്ട് ലൂക്കോസ് അന്ന് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ലൂക്കോസ് അതൊക്കെ നേരിട്ട് കണ്ടതാണ് എന്നൊരിക്കലും സമ്മർദ്ദിക്കാൻ കഴിയില്ല. കാരണം ലൂക്കോസിന്റെ സുവിശേഷത്തെ തുടക്കത്തിൽ തന്നെ ലൂക്കോസ് പറയുന്നതാണ്, പലരും എഴുതിയിട്ടുണ്ട്, പക്ഷെ ഞാൻ നേരിട്ട് പലരോട് ചോദിച്ച് വ്യക്തമായിട്ട് ഗ്രഹിച്ച് മനസ്സിലാക്കി എഴുതിയത് എന്നുള്ളത് പറയുന്നുണ്ട്. കാരണം സഭയുടെ പാരമ്പര്യത്തിൽ പറയുന്നതിന് ലൂക്കോസ് ഈ ഭാഗത്തിന്റെ തുടക്കത്തിലൊക്കെ പറയുന്ന പ്രത്യേകം അത് മാതാവിനോട് ചോദിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ലൂക്കോസിന്റെ 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം മാതാവ് അന്ന് സഭയെല്ലാം അന്ത്യോക്യയിൽ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ പലരോടും ചോദിച്ച് അപ്പോസ്തലന്മാരോടും പത്രോസിന്റെ ഒക്കെ ശിഷ്യനായിരുന്നു. അപ്പൊ ആ നിലയിൽ അവരോടൊക്കെ ചോദിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ലൂക്കോസ് എഴുതിയത്, അല്ല ലൂക്കോസ് നേരിട്ട് കണ്ടെഴുതിയതല്ല. അപ്പൊ ലൂക്കോസ് എഴുതിയതുകൊണ്ട് ലൂക്കോസ് അന്ന് ഉണ്ടായിരുന്നു എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ഇവർ ഈ സെതറ എഴുതിയിരിക്കുന്നത്.
മനസ്സിലായോ? അപ്പൊ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ ലൂക്കോസിനെ ആദ്യമായിട്ട് കാണുന്നത് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിലാണ്. എന്ന് പറഞ്ഞാൽ 16-ാം അധ്യായത്തിൽ അവിടെ ത്രോവാസിൽ നിന്നുള്ള ഉള്ള വരവുണ്ട്. അപ്പൊ അവിടെ വെച്ചാണ്. അതുവരെ ലൂക്കോസ് ഒരിക്കലും ഞങ്ങൾ എന്നൊരു പ്രയോഗം നടത്തുന്നില്ല. അപ്പൊ വളരെ സൂക്ഷ്മമായിട്ട് ബൈബിൾ മനസ്സിലാക്കിയാൽ മനസ്സിലാക്കും. അവിടെ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം മുതൽ ഞങ്ങൾ എന്നുള്ള സ്റ്റേറ്റ്മെന്റ്സ് കാണുന്നുണ്ട്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അന്ന് ആ പറയുന്ന ആളുടെ കൂട്ടത്തിൽ എഴുത്തുകാരനും ഉണ്ടെന്ന് വളരെ വ്യക്തമാണ്. അതിനു മുമ്പേ ഒരിക്കലും, അതായത് ലൂക്കോസിന്റെ സുവിശേഷം എഴുതിയപ്പോഴോ അപ്പോസ്തല പ്രവൃത്തി 15 അധ്യായങ്ങളിലോ ഒരിക്കലും ഞങ്ങൾ എന്നൊരു പ്രയോഗം ലൂക്കോസ് നടത്തുന്നില്ല. അതിന്റെ അർത്ഥം ലൂക്കോസ് അന്ന് ഇല്ലായിരുന്നു, ചോദിച്ചറിഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. 16-ാം അധ്യായത്തിന് ശേഷം എന്താണ് അവിടെ ഞങ്ങൾ എന്നുള്ള പ്രയോഗം വരുന്നുണ്ട്. കാരണം ഈ പൗലോസ്ലിഹയുടെ കൂടെ ഒരു ശിഷ്യൻ എന്ന വണക്ക് അല്ലെങ്കിൽ ഒരു കോവർക്കർ എന്നുള്ള നിലയിൽ ഈ ലൂക്കോസും കൂടെ പോവുകയാണ്. മാത്രമല്ല പിന്നീടുള്ള അധ്യായത്തിലൊക്കെ വളരെ കൃത്യമായിട്ട് ഈ ലൂക്കോസിനെ ലൂക്കോസിനെ പോലുള്ള ഈ ഈ ഈ യഹൂദന്മാരല്ലാത്ത ആൾക്കാരെ സഭയിലേക്ക് വരുന്ന കാര്യത്തെ പറ്റിയുള്ള ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ അവിടെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് യെരുശലേം സുനോദോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. കാരണം സഭയിൽ അഗ്രചർമ്മികളെ സഭയിൽ എടുക്കുക എന്നുള്ളത് തന്നെ അവിടെ ഉണ്ടായിരുന്ന യഹൂദ സഭയ്ക്ക് അംഗീകാരയോഗ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. കാരണം സഭ ആദിമമായ സഭ, അപ്പോസ്തലന്മാരുടെ ആദ്യത്തെ സഭ, ആ സഭ പറയുന്നത് അവിടെ യഹൂദന്മാർ മാത്രമേ ഉള്ളായിരുന്നു. 12 ശിഷ്യന്മാരും യഹൂദന്മാരായിരുന്നു. പിന്നീട് ഈ പറയുന്ന 120 പേര് സഭയിലേക്ക് സഭയിൽ ഉണ്ടായിരുന്നു. ആദ്യം 3000 പേര് സഭയിലേക്ക് ചേർക്കപ്പെട്ടു. അതൊക്കെ എല്ലാം യഹൂദന്മാർ തന്നെയായിരുന്നു, സർക്കംസൈസ്ഡ് ആയിട്ടുള്ള. അതായത് ഈ അഗ്രചർമ്മികൾ ഒരിക്കലും സഭയുടെ ഭാഗമായിരുന്നില്ല. ആദ്യമായിട്ട് സഭയിലേക്ക് ഒരു അഗ്രചർമ്മി, അതായത് ഒരു ജെന്റൈൽ, ഒരു ജാതികളിൽപ്പെട്ടവൻ സഭയിലേക്ക് വരുന്നത് കൊർന്നല്യോസ് ആണ്. കൊർന്നല്യോസിനെ സഭയിലേക്ക് എടുക്കുന്നതിനെ പറ്റി നമ്മൾ കാണാം അവിടെ അപ്പോസ്തല പ്രവൃത്തി. അതായത് പത്രോസ്ലീഹയ്ക്ക് കർത്താവ് ഒരു ദർശനത്തിൽ പറയുന്നുണ്ട്, ദുപ്പട്ടിയും സ്വർഗത്തിൽ നിന്ന് ഇറക്കി കൊടുത്തിട്ട് അതിനകത്ത് 4 കാലികൾ, ഈ ഇഴജന്തുക്കളൊക്കെ ഉണ്ട്, അതിനെയൊക്കെ വെട്ടി നുറുക്കി തിന്നാൻ പറയും. അപ്പൊ പത്രോസ്ലീഹ പറയുന്നുണ്ട്, ഇതൊക്കെ അശുദ്ധമാണ്, എന്നെ കൊണ്ട് തിന്നാൻ സാധിക്കില്ല എന്നുള്ളത്. അതിനുശേഷം അവസാനം കർത്താവ് അത് കഴിക്കാൻ പറയുന്നുണ്ട്. പിന്നീട് കർത്താവ് പത്രോസിനെ കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് അയക്കുകയും അവിടെ പ്രസംഗിച്ചപ്പോൾ കൈ തൊട്ടപ്പോഴത്തേക്ക് അവിടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വരികയും അങ്ങനെ അവരെയൊക്കെ സ്നാനപ്പെടുത്തിയും സഭയുടെ ഭാഗം. അങ്ങനെ ആദ്യമായിട്ടാണ് ഇവിടെ ഈ സഭയിലേക്ക് ഒരു ജാതികളിൽപ്പെട്ട ഒരു വ്യക്തി. ഇപ്പൊ കൊർന്നല്യോസിനെ പറ്റി പറയുമ്പോൾ കൊർന്നല്യോസും ഒരു യഹൂദ പാരമ്പര്യം അല്ലെങ്കിൽ ഒരു ഇസ്രായേൽ പാരമ്പര്യത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. കാരണം യഹൂദന്മാരുടെ ഇടയിൽ നല്ല പേർപ്പെട്ടവൻ എന്നൊക്കെ പറയുന്നുണ്ട്, കൊർന്നല്യോസിനെ പറ്റി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരുപാട് പറഞ്ഞാൽ 10 ട്രൈബ്സ് ഉണ്ട്, ലോസ്റ്റ് ട്രൈബ്സ് ഉണ്ട്, ആ കൂട്ടത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിലുണ്ട്. പക്ഷേ ഹൂ ഇസ് എ ജൂ എന്ന് പറഞ്ഞാൽ അവൻ സർക്കംസൈസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. യഹൂദ മതത്തിന്റെ അനുസൃതത്തിൽ ജീവിക്കുന്ന വ്യക്തിക്ക് മാത്രമേ യഹൂദനായിട്ട് കാണുകയുള്ളൂ. അത് പ്രോസ്ലൈറ്റ്സ് ആയാലും യഹൂദനായിട്ട് ജനിച്ച വ്യക്തി ആയാലും. അപ്പം സർക്കംസൈസ്ഡ് ആയിട്ടുള്ള വ്യക്തി മാത്രമാണ് യഹൂദൻ. അങ്ങനെ യഹൂദൻ അല്ലാത്ത ബാക്കി ആരൊക്കെ ഉണ്ട് അവനെല്ലാം ജെന്റൈലാണ്. ഇപ്പൊ ബൈബിൾ അനുസരിച്ച് യഹൂദനും ബാക്കിയുള്ള എല്ലാവരും ജെന്റൈലുമാണ്. അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ കൊർന്നല്യോസ് തൊട്ടുള്ള ഇവരെല്ലാവരും യഹൂദന്മാരല്ലാത്തവരായിരുന്നു. അങ്ങനെയാണ് യഹൂദന്മാർ മാത്രമായിരുന്ന ഒരു സഭയിലേക്ക് ജാതികളും സഭയുടെ ഭാഗമായി വരുന്നത്. അത് പത്രോസ്ലീഹ മുഖാന്തരമാണ് കർത്താവാക്കി ഓപ്പൺ ചെയ്യുന്നത്. പത്രോസിനാണ് ഈ ഒരു ദൈവരാജ്യത്തിന്റെ ഒരു കീ കർത്താവ് ഏൽപ്പിക്കുന്നത്. അപ്പം സ്വർഗത്തിന്റെ താക്കോൽ ഞാൻ തന്നെ ഏൽപ്പിക്കുന്നു. അത് ജാതികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത് പലരും പറയും ഇത് മറ്റേ പൗലോസ്ലീഹ ആണെന്ന് പറയും. പൗലോസ്ലീഹ മുഖാന്തരമാണ് കൂടുതൽ പരിവർത്തനം ഈ ജാതികളുടെ നടന്നുവെങ്കിലും അതിന്റെ കീ ഓപ്പൺ ചെയ്യുന്നത് അത് പത്രോസ്ലീഹയിൽ കൂടെയാണെന്നുള്ള വളരെ വ്യക്തമാണ് കൊർന്നല്യോസിന്റെ കാര്യത്തിൽ. ശേഷം മാത്രമല്ല യെരുശലേം സുനോദോസ് നമ്മൾ കാണുന്നുണ്ട്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ എങ്ങനെ ഒരു വ്യക്തിയെ, ഒരു യഹൂദനല്ലാത്ത ഒരു വ്യക്തിയെ ക്രിസ്ത്യാനിയാക്കാം. അവനെ ക്രിസ്ത്യാനിയാക്കണമെങ്കിൽ അവൻ ആദ്യം യഹൂദനായിട്ട് വേണോ ക്രിസ്ത്യാനിയാകാൻ എന്നുള്ളതായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. അപ്പൊ അങ്ങനെ വേണ്ട, അങ്ങനെ അധികമാരും അവരുടെ മേൽ ചുമത്തണ്ട. രക്താർപ്പിതമായ വിഗ്രഹകരമായിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരുന്നാൽ മാത്രം മതി. ഒരിക്കലും സർക്കംസിഷൻ വേണ്ട, യഹൂദനായിട്ട് വേണ്ട അവൻ ക്രിസ്ത്യാനിയാകാൻ എന്നുള്ള തീരുമാനം യെരുശലേം സുനോദോസ് എടുക്കുകയാണ്. അവിടെ അപ്പോസ്തലന്മാർക്ക് അപ്പോസ്തലന്മാരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി പോലും പൗലോസ്ലീഹയും മറ്റുള്ളവരും ബർന്നബാസും ഒക്കെ അവര് കൊണ്ടുവരുന്നുണ്ട്. ഈ യവനായക്കാരായിട്ടുള്ള ആൾക്കാർ, അവരിൽ ദൈവാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടെന്നും അത്തരത്തിലുള്ള അഭിഷേകത്താൽ നിറഞ്ഞ വ്യക്തികളൊക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ ആ ഭാഗങ്ങളിൽ അപ്പോസ്തല പ്രവൃത്തി വായിച്ചാൽ മനസ്സിലാകാൻ സാധിക്കും. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ലൂക്കോസ് പിൽക്കാലത്താണ് ഈ സഭയിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. ഞാൻ ബിബ്ലിക്കൽ അക്കൗണ്ട്സ് ആണ് ഇപ്പൊ ആദ്യം പറയുന്നത്. പിന്നീട് നമുക്ക് ചരിത്രമായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള അക്കൗണ്ട്സ് പിന്നീട് പറയാം. ബിബ്ലിക്കൽ ഇതാണ്. പിന്നീട് പൗലോസ്ലീഹ തന്നെ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ എടുത്ത് നോക്കിയാൽ 2 ഗണത്തിലുള്ള ആൾക്കാരെ പറയുന്നുണ്ട്. എന്റെ കൂടെ ഉള്ളവർ നിങ്ങളെ വന്ദനം ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് ആദ്യം യഹൂദന്മാരെ ആയിട്ട് 3 പേരുടെ പേര് പറയുന്നുണ്ട്. അതിനുശേഷം അതല്ലാതെ ബാക്കിയുള്ളവരെ, അപ്പൊ യഹൂദനും യഹൂദരല്ലാത്തവരും, ആ കൂട്ടത്തിൽ വൈദ്യനായ ലൂക്കോസ് നിങ്ങളെ
നിങ്ങളെ വന്ദനം ചെയ്യുന്നു എന്നുള്ള ഭാഗം അവിടെ പറയുന്നുണ്ട്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അതിനകത്തൊന്നും ഈ ലൂക്കോസ് ഒരു യഹൂദനായിരുന്നില്ല, അദ്ദേഹം ഒരു അഗ്രചർമ്മിയായിരുന്നു, ഒരു യവനായക്കാരനായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. മാത്രമല്ല ഈ ബൈബിൾ പണ്ഡിതന്മാരൊക്കെ പറയുന്ന ഒരു കാര്യം, ലൂക്കോസിന്റെ ഒറിജിനൽ സ്ഥലം അദ്ദേഹം അന്ത്യോക്യ എന്ന് പറയുന്നവരുണ്ട്, ത്രോവാസ് ആണെന്ന് പറയുന്നവരുണ്ട്. ഇത് രണ്ടും ഈ പറയുന്ന പോലെ ഒരു ഗ്രീക്ക് സിറ്റീസ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഭാഗത്തുണ്ടായിരുന്ന ഗ്രീക്ക് സിറ്റീസ് ആയിരുന്നു ഇത് രണ്ടും. ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന, ലൂക്കോസിന്റെ സുവിശേഷം എഴുതിയത് ഗ്രീക്കിലാണ്, അപ്പോസ്തല പ്രവൃത്തി എഴുതിയിരിക്കുന്നത് ഗ്രീക്കിലാണ്. അപ്പൊ ഗ്രീക്ക് സംസാരിക്കുന്ന ഗ്രീക്ക് സിറ്റികളിൽ താമസിച്ച ഒരു മനുഷ്യനായിരുന്നു ലൂക്കോസ്. അപ്പൊ ലൂക്കോസ് അദ്ദേഹം പിന്നെ ഇനിയും ട്രഡീഷനിലേക്ക് വരാം. സഭയുടെ ട്രഡീഷനിൽ പറയുന്നത് ലൂക്കോസ് ലാസറസിന്റെ ഡിസൈപ്പിൾ ആയിരുന്നു എന്നുള്ളതും, പിന്നീട് പൗലോസ്ലീഹ മുഖാന്തരമാണ് സഭയിലെ മെയിൻ സ്ട്രീമിലേക്ക് അദ്ദേഹം വരുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അങ്ങനെ ഈ കൈവപ്പ്, അതായത് ഈ ലൂക്കോസിന് കൈവപ്പ് കൊടുക്കുന്നത്, ഓർഡിനേഷൻ കൊടുക്കുന്നത് തന്നെ പൗലോസ്ലീഹയാണ്. അതുപോലെ തന്നെ ഇങ്ങേപ്പുറത്ത് മർക്കോസിന്റെ കൈവപ്പ് കൊടുക്കുന്നത് പത്രോസ്ലീഹയാണ്. അപ്പൊ അങ്ങനെ ഒരു രണ്ടാമത്തെ ഒരു ഗണം, അല്ലെങ്കിൽ ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ ഗണമായിട്ട് വന്നിരിക്കുന്ന ശിഷ്യന്മാരിൽ പെടുന്നതാണ് ഈ ലൂക്കോസ്. അപ്പൊ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ക്ലെയിം എന്ന് വെച്ചാൽ, ഈ കർത്താവ് 72 ശിഷ്യന്മാരെ കർത്താവ് വിടുന്നുണ്ടല്ലോ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. ആ കൂട്ടത്തിൽ ലൂക്കോസ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു തെറ്റായിട്ടുള്ള വാദം, അത് പിൽക്കാലത്ത് വന്ന ഫോഴ്സ്ഡ് ആയിട്ടുള്ള, ഫ്രോഡുലന്റ് ആയിട്ടുള്ള ഒരു ക്ലെയിമാണ്. പക്ഷെ അതിന്റെ വാസ്തവം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു കാലഘട്ടത്തിൽ പിന്നീട് സെറിന്തസിന്റെ ഒക്കെ ഒരു അവരുടെ ഒരു തെറ്റായിട്ടുള്ള പഠിപ്പീര് മുഖാന്തരം, അതുപോലെ തന്നെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ഡിവിനിറ്റിയെ ഡിനൈ ചെയ്ത ഒരു തെറ്റായിട്ടുള്ള വേദവിപരീത കൂട്ടം ഉണ്ടായിരുന്നു. അവർ മുഖാന്തരം 4-5 ശിഷ്യന്മാര്, ഈ പറഞ്ഞ കർത്താവിന്റെ 70 ശിഷ്യന്മാരിൽ പെടുന്ന കുറച്ച് പേര് സഭ വിട്ടുപോവുകയും അവരെ സഭ പുറത്താക്കുകയും ചെയ്ത കാലഘട്ടത്തിൽ അവർക്ക് റീപ്ലേസ്മെന്റ് ആയിട്ട് പിന്നീട് പിൽക്കാലത്ത് ഇതൊക്കെ സംഭവിക്കുന്നത്, ഈ സഭ ആദ്യമേ ഡീക്കൻസിനെയൊക്കെ സെലക്ട് ചെയ്യുന്ന കാണുന്നല്ലോ, സ്തെഫാനോസിനെ, അതിനൊക്കെ ശേഷം നടക്കുന്ന കാര്യമാണ്. അപ്പൊ അതിനുശേഷം ഈ 70 ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ സഭ എണ്ണപ്പെട്ട ഒരാളാണ് ലൂക്കോസ്. ആ കൂട്ടത്തിൽ മർക്കോസും പെടുന്നുണ്ട്. ഇവരൊക്കെ ആ കാലഘട്ടങ്ങളിലാണ്. അപ്പൊ അങ്ങനെ ഈ ലൂക്കോസിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ പഠനം ബൈബിളിൽ നിന്ന് തന്നെ, ബിബ്ലിക്കൽ അക്കൗണ്ട്സ് തന്നെ ഉണ്ട്. പിന്നെ സഭയുടെ ചരിത്രത്തിൽ നിന്നും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം ലൂക്കോസ് പൗലോസിന്റെ ശിഷ്യനാണ്. പൗലോസ് ലീഹ എന്നാണ് സഭയിലേക്ക് വന്നെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ, അത് പ്രത്യേകിച്ച് പറയണ്ടായല്ലോ. അദ്ദേഹം ആദ്യമേ പൗലോസും ഈ ലൂക്കോസും ഒക്കെ ആ കാലയളവിൽ ജീവിച്ചിരുന്ന ആ വ്യക്തി തന്നെയാണ്. ശരിയാണ്, ലൂക്കോസിന്റെ പ്രായം നോക്കുകയാണെങ്കിൽ ലൂക്കോസും പൗലോസും ഒക്കെ കർത്താവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. പക്ഷെ അവരന്ന് സഭയുടെ ഭാഗമായിരുന്നില്ല. കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം, പെന്തിക്കോസ് നാളിന് ശേഷം, എത്രയോ വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം 10-20 വർഷങ്ങൾക്ക് ശേഷമാണ് പൗലോസ് ലീഹ തന്നെ സഭയിലേക്ക് കടന്നു വരുന്നത്. അതിനുശേഷമാണ് മാത്രമല്ല സഭയുടെ ട്രഡീഷനിൽ പറയുന്ന മറ്റൊരു വ്യക്തമായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ലൂക്കോസിനെ സ്നാനപ്പെടുത്തുന്നത് ഫിലിപ്പോസ് ആണ്. ഫിലിപ്പോസ് എന്ന ഇവാഞ്ചലിസ്റ്റ്. ഫിലിപ്പോസിനെ പറ്റി അപ്പോസ്തല പ്രവൃത്തി നമ്മൾ കാണുന്നുണ്ട്. ഫിലിപ്പോസ് പോയിട്ട് ശമരിയയിലൊക്കെ പോയി സ്നാനം നടത്തിയതും, അവിടെ പോയിട്ട് അതിനുശേഷം കൈവപ്പിനായിട്ട് പത്രോസും യോഹന്നാനും യാക്കോബും പോയിട്ട് അവരുടെ മേൽ കൈവച്ച് അവരുടെ മേൽ അഭിഷേകം വന്നു എന്നുള്ള കാര്യം കാണുന്നുണ്ട്, കൺഫർമേഷൻ ചെയ്യുന്ന കാര്യം കാണുന്നുണ്ട്. അതിനുശേഷം ഈ ഫിലിപ്പോസ് തന്നെയാണ് ഷണ്ണനെ സ്നാനപ്പെടുന്ന കാര്യം കാണുന്നുണ്ട്. അപ്പൊ ഈ ഫിലിപ്പോസ് ബെരോവയിൽ വെച്ചാണ് വൈദ്യനായ ലൂക്കോസിനെ സ്നാനപ്പെടുത്തിയത് എന്നാണ് സഭയുടെ ട്രഡീഷൻ പറയുന്നത്. ഒരുപാട് നമുക്ക് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് ഉണ്ട് അത് പറയാനായിട്ട്. ബിബ്ലിക്കലി പറയാനുണ്ട്, ഈ കാര്യം തെളിയിക്കാനുണ്ട്, ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് ഉണ്ട്, സഭയുടെ ട്രഡീഷൻസ് വളരെ കൃത്യമാണ്. അപ്പൊ അതായത് ഇവരുടെ സുറിയാനി സഭയുടെ, യാക്കോബയ സഭയുടെ എക്ലേഷ്യോളജിയാന്ന് പറഞ്ഞിട്ട് ഈ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം, അതായത് ക്ലെയോപ്പാവിന്റെ കൂടെ ലൂക്കോസിന് കൊഹനൂസയെ കിട്ടുമെന്ന് പറഞ്ഞാല്, പിൽക്കാലത്ത് ഫിലിപ്പോസിനാൽ സ്നാനപ്പെട്ട ലൂക്കോസ്, അതായത് സ്നാനപ്പെടാത്ത ഒരാൾക്ക് കൊഹനൂസയെ കൊടുത്തതാണ് ഇവന്മാരുടെ ഈ 20 കൊല്ലം മുമ്പ് അല്ലെ ബെഞ്ചി ബ്രദർ, 20 കൊല്ലം മുമ്പ് കോഹനൂസ കിട്ടിയത്. കിട്ടി. ഇതിൽ പരം ബ്ലണ്ടർ, ഈ ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ. അത് മാത്രമല്ല, ബെഞ്ചി ബ്രദർ ഇപ്പൊ പറഞ്ഞത് സിറിയക് ട്രഡീഷൻസ്, വേറെ ഒന്നുമല്ല കേട്ടാ, സിറിയക് ട്രഡീഷൻസ്. ഇവർ ആധികാരികമായിട്ട് കൺസിഡർ ചെയ്യുന്ന സിറിയക് ട്രഡീഷൻസിൽ നിന്നാണ് ഇപ്പൊ ബെഞ്ചി ബ്രദർ പറഞ്ഞിട്ടുള്ളത്. അതാണ് അവസ്ഥ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, അതായത് ഇവാഞ്ചലിസ്റ്റ് ആയിരുന്ന പിൽക്കാലത്ത് സഭയുടെ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ച ഫിലിപ്പോസ് മുഖാന്തരം ബെരോവയിൽ വെച്ച് സ്നാനപ്പെട്ടതായിട്ട് സഭയുടെ ട്രഡീഷൻസ്, സിറിയ ട്രഡീഷൻ തന്നെ പറയുന്ന ഈ ലൂക്കോസിന് കർത്താവ് അന്ന് കർത്താവ് കൊഹനൂസ പൗരോഹിത്യം കൊടുത്തു, സ്നാനപ്പെടുത്തുന്ന പൗരോഹിത്യം കൊടുത്തത്. ഇതാണ് ഇവന്റെ ഒക്കെ എക്ലേഷ്യോളജി. എന്തിനാ ഇവന്മാർ ഈ എക്ലേഷ്യോളജി എഴുതി വെച്ചത്? എന്തിനാ ഈ സെതറ എന്തിനാ എഴുതി വെച്ചത്? ആർക്ക് വേണ്ടിയാ ഈ സെതറ എഴുതിയത്? ഇത് പൈശാചികമല്ലെന്ന് എങ്ങനെയാ പറയാതിരിക്കാൻ പറ്റുന്നത്?
കാരണം ഈ സഭയുടെ അതായത് മലങ്കര സഭയുടെ, ഭാരത സഭയുടെ ഈ സെയിന്റ് തോമസ് ക്രിസ്ത്യൻസ്, നമ്മുടെ എല്ലാവരുടെയും, അത് മലങ്കര സഭയ്ക്കെതിരെ മാത്രമല്ല, ഇത് ഈ സെയിന്റ് തോമസ് ക്രിസ്ത്യൻസിനോട് ചെയ്ത അപരാധമാണ് ഈ എക്ലേഷ്യോളജി. കാരണം നമ്മുടെ അപ്പോസ്തലൻ, ഭാരതത്തിന്റെ അപ്പോസ്തലൻ, നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ സ്നാനപ്പെടുത്തിയ നമ്മുടെ അപ്പോസ്തലൻ, ഈ അപ്പോസ്തലന് പൗരോഹിത്യമില്ലെന്ന് ക്ലെയിം ചെയ്യാൻ വേണ്ടി ഇവന്മാർ ഉണ്ടാക്കിയെടുത്താണ് ബിഡലാണിത്. മനസ്സിലായി? ഇതാണ് ഇവന്റെ ഒക്കെ എക്ലേഷ്യോളജി. അപ്പൊ ഇത് പൈശാചികമാണ്. മാത്രമല്ല ഇതിനകത്തിൽ എന്നെ ഏറ്റവും വേദനിപ്പിച്ച കാര്യം, കാരണം ഈ നാശയോഗ്യനായ കർത്താവിനെ ഒറ്റിക്കൊടുത്ത് കെട്ടിഞ്ഞാണ് ചത്ത ഈ യൂദാ ഇസ്കറിയോത്തയുടെ കൂടെ നമ്മുടെ തോമസ് ലീഹയെ ചേർത്ത് വെച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇതിന് പറയുന്നത് യോഹന്നാൻ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് അന്ന് അവർ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിശ്വാസം, അപ്പൊ ഈ ശിവപീഡികൾ മറ്റൊരു ലൈവിനകത്ത് പറയുന്നുണ്ട്, കർത്താവ് വന്നിട്ട് തോമസ് ലീഹയോട് പറഞ്ഞു, നീ അപ്പം കർത്താവിന് വന്നു. അത് കഴിഞ്ഞിട്ട് കർത്താവിന്റെ വിലാപ്പുറത്തൊക്കെ തൊട്ടു, കൈകൊണ്ട് തൊട്ടു. അപ്പം ഉറപ്പിച്ചു കർത്താവ് തന്നെയാണ് ഉയർത്തെഴുന്നേറ്റത് എന്നുള്ള കാര്യം തോമസ് ലീഹയോട്. അപ്പം തോമസ് ലീഹ പറഞ്ഞു, എന്റെ കർത്താവ് എന്റെ ദൈവമായുള്ളവ എന്ന് പറയുന്നുണ്ട്. അപ്പൊ കർത്താവ് അവിടെ തോമസ് ലീഹയോട് പറയുന്നുണ്ട്, നീ അവിശ്വാസി അല്ലാതെ വിശ്വാസിയായിരിക്കാം. അപ്പൊ അതിന് ശിവപീഡികളുടെ വ്യാഖ്യാനം അത് ഭയങ്കര വിചിത്രമായ വ്യാഖ്യാനം. അവിശ്വാസി അല്ലാതെ വിശ്വാസിയായിരിക്കാം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അവിശ്വാസിയായി പോയി നീ എന്ന് പറഞ്ഞാൽ നീ ഒരു വിശ്വാസം വിട്ടു പോയവനാണ്, അതുകൊണ്ട് നീ ഇനി വിശ്വാസിയായിരിക്കുന്ന ഒരു അൽമായനായിട്ട് ഇരിക്കുക. ഇതാണ് ശിവപീഡികൾ കൊടുത്ത ഒരു വ്യാഖ്യാനം. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് കർത്താവ് പറയാൻ, നീ ഒരു അൽമായ എന്ന് പറഞ്ഞാൽ നിന്റെ അപ്പസ്തോലത്തൊക്കെ നഷ്ടപ്പെട്ടു, നീ ഇനി ഒരു അൽമായനായിട്ട് ഇരുന്നാൽ മതി. ഈ മനുഷ്യൻ ലൈവ് പറഞ്ഞതാണ്. എന്താ ഇവനെയൊക്കെ പറയേണ്ടത്? അല്ല, ആ ലോജിക്ക് ശരിയല്ല. കാരണം ബൈബിൾ പ്രകാരം തന്നെ അതിനുശേഷം അത് ഈശോ മിശിഹ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോ ഇവർക്ക് മനസ്സിലായില്ല. യോഹന്നാന്റെ 21-ാം അധ്യായത്തില്, അല്ലെങ്കിൽ പിന്നെ മർക്കോസ് ലീഹയുടെ സുവിശേഷത്തിലെ ലാസ്റ്റ് അധ്യായത്തിലൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് യോഹന്നാന്റെ പിന്നെ 3-ാമത്തെ പ്രാവശ്യത്തെ പ്രത്യക്ഷപ്പെടലാണ് 21-ാമത്തെ അധ്യായത്തില്. ഞാൻ പറയണ മർക്കോസ് ലീഹയുടെ സുവിശേഷത്തിലൊക്കെ നമ്മൾ ലാസ്റ്റ് അധ്യായത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ അത് 40-ാം ദിവസത്തിലെ പ്രത്യക്ഷപ്പെടലാണ്. അപ്പോഴും ഇവർക്ക് മനസ്സിലായില്ല. അപ്പൊ അവരുടെ വിശ്വാസം പറഞ്ഞോ, അത് വിശദമാക്കി പറയാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം നിങ്ങൾ ആർക്കും ബൈബിൾ തുറന്നു നോക്കാം. 21-ാം അധ്യായത്തില് ഈശോ ഇവിടെ 12 ഈ അപ്പസ്തോലന്മാര് കുറച്ചുപേര് മീൻ പിടിക്കാൻ പോവാം പത്രോസിന്റെ നേതൃത്വത്തിൽ. അപ്പൊ മീൻ പിടിക്കാൻ പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ കൃത്യമായിട്ട് അതിൽ ഒരാളുടെ പേര് എഴുതി വെച്ചിരിക്കുന്നത് തോമസ് ലീഹയുടെ പേരാണ്, ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന. അപ്പൊ അവിടെ മനസ്സിലാക്കണ്ടേ, യേശു മക്കളെ മീനൊന്നും കിട്ടിയില്ലെന്ന് ചോദിക്കുന്നു. ഒരു പത്രോസ് നഗ്നനായതുകൊണ്ട് വെള്ളത്തിലേക്ക് ചാടുന്നു, വല നിറച്ച് മീൻ കിട്ടുന്നു. ഇവര് കരയിൽ ചെല്ലുമ്പോൾ യേശു അവർക്ക് വേണ്ടി പ്രഭാതം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ച മീനും അപ്പം ഒക്കെ ചുട്ടു വെച്ചേക്കാം. ഇനി അതിനുശേഷമാണ് യേശു പത്രോസിന് പ്രത്യേകം ഒരു അധികാരം കൊടുക്കുന്ന സമയമുണ്ട്. അത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അത് 3-ാം പ്രാവശ്യമാണ്. യോഹന്നാൻ 21-ന്റെ 14-ാം വാക്യം 3-ാം പ്രാവശ്യം പ്രത്യക്ഷപ്പെടുന്നത്. അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. 15-ാം വാക്യത്തിൽ പറയുന്ന വാക്യം ഇങ്ങനെ, അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ, അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ യേശു ശിമിയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമിയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നീ അറിഞ്ഞല്ലോ. യേശു അവനോട് പറഞ്ഞു, എന്റെ ആടുകളെ മേയ്ക്കുക. അപ്പൊ യേശു അവിടെ ചോദിച്ചത് ഇവരെക്കാൾ. അപ്പൊ അവിടെ ഉള്ളവരെ തന്നെ ലീഡർഷിപ്പ് ആക്കി മാറ്റുന്നതാണ് പത്രോസിനെ. പക്ഷെ അപ്പൊ അവിടെ ആരുണ്ടായിരുന്നു? അവിടെ പോയ ആളുകളുടെ ഇൻസിഡന്റ് നോക്കിക്കോളൂ. ആ മീൻ പിടിക്കാൻ പോയ സമയത്ത് ഉണ്ടായിരുന്ന ആളുകളുടെ പേര് യോഹന്നാൻ 21-ന്റെ 1-2 വാക്യം. ഇതിനുശേഷം യേശു തിബേരിയാസ്, അതായത് ഗലീൽ കടലിലെ മറ്റൊരു പേര് തിബേരിയാസ്, കടൽ തീരത്ത് വെച്ച്, കടലല്ല ബലീലി, ബേസിക്കലി തിബേരിയസ് കടൽ എന്ന് പറയുന്നത് ഗലീലിയിലേക്കാണ്. അപ്പൊ ഗലീലി തിബേരിയസ് കടൽത്തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്: ശിമിയോൻ പത്രോസ്, ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, പിന്നെ ഗലീലെ കാനായിലെ നഥാനിയേൽ. അപ്പൊ തോമസ് അടക്കമുള്ളവരുടെ കൂട്ടത്തിലാണ് പത്രോസിനെ ഇവരുടെ കൂട്ടത്തിൽ സ്പെഷ്യൽ ആയിട്ട് ഒരു അധികാരം കൊടുക്കുക. അത് യോഹന്നാന്റെ സുവിശേഷ സൂചന. ഇനി അത് മർക്കോസ് സുവിശേഷം നിങ്ങൾ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ, മർക്കോസ് 16-ാം അധ്യായം, ലാസ്റ്റ് ചാപ്റ്റർ, യേശു പ്രത്യക്ഷപ്പെടുന്ന അവസാനം 16-ാം അധ്യായത്തിൽ 14-ാം വാക്യം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിരുന്നപ്പോൾ, 11 പേരെന്ന യേശുവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിൽ ഒരുവനായ യൂദ ഒറ്റിക്കൊടുത്തു, അവൻ പോയി തൂങ്ങിച്ചെത്തു. അപ്പൊ ബാക്കി 11 പേർ. അവർ 11 പേർ ഭക്ഷണത്തിലിരുന്നപ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് അവർ 11 പേർ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്ത നിമിത്തം അവരെ വിശ്വാസരായിട്ട് ഹൃദയ കുറ്റപ്പെടുത്തി. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗി. 14-15 അവൻ അവിടെ പറഞ്ഞു,
അപ്പൊ 11 പേരോടും യേശു പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കും. അപ്പൊ തോമസ് അടക്കമുള്ള 11 പേരോടാണ് യേശു ഉയർത്തെഴുന്നേറ്റ യേശു സുവിശേഷം പ്രസംഗിച്ച് സഭ സ്ഥാപിച്ചു കൊള്ളാൻ അധികാരം കൊടുത്തത് 11 അപ്പസ്തലന്മാർക്കാ. അപ്പൊ അവിടെ യൂദായനെ യൂദായുടെ കൂട്ടത്തിൽ തോമസിനെ കൊണ്ട് ഇനി വേറെ കിട്ടോ അത് മത്തായി സൂചിച്ച കുറെ കൂടി ക്ലാരിറ്റിയോട് ഉണ്ട്. അല്ല അനുഭവം പറഞ്ഞോ. മറ്റൊരു കാര്യമുണ്ട്. ആ ഭാഗത്ത് തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് അവരുടെ അവിശ്വാസത്തെ കർത്താവ് വന്നിട്ട്, ഇപ്പൊ കർത്താവ് നേരിട്ട് വന്ന് ഇവരുടെ മുന്നിൽ വിശ്വാസരാഹിത്യത്തെ അതെ അതെ അവർക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം ഇത് കർത്താവ് ഭൂതമാണോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാകാം അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി കർത്താവ് അവരുടെ മുന്നിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് തന്നെ. കാരണം കർത്താവ് കഴിച്ച് ഇവരെ പ്രൂവ് ചെയ്യാണ്, ഞാൻ ഭൂതമൊന്നും അല്ലെന്നാലും പ്രൂവ് ചെയ്യുകയാണ്. കണ്ടിട്ടും തൊട്ടിട്ടും വിശ്വസിക്കാത്തവരാണ്. അപ്പൊ എന്നിട്ടും കർത്താവ് അവരുടെ അവിശ്വാസത്തെ ശാസിച്ചു എന്ന് കാണുന്നുണ്ട്. അപ്പൊ വിശ്വസിക്കാത്തവർ ആ കൂട്ടത്തിൽ ആ 11 പേരിൽ വേറെ 11 പേരിൽ തന്നെ നേരിട്ട് കണ്ടു വിശ്വസിക്കാത്തവരുണ്ടായിരുന്നു. അപ്പം ഈ തോമസ് ലീഹയെ മാത്രം അവിശ്വാസിയാക്കി ഒരു അൽമായനായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞെന്ന് ശിവപിടികൾ പറയുവാണെങ്കിൽ മിക്ക ശിഷ്യന്മാരും വിശ്വസിക്കാത്തവരായിരുന്നു, കണ്ടിട്ട് പോലും വിശ്വസിക്കാത്തവരായിരുന്നു. അവരുടെ അവിശ്വാസ കർത്താവ് ശാസിക്കുന്നുണ്ട്. അപ്പൊ ഈ ടെക്സ്റ്റുകളൊക്കെ എടുത്തിട്ട് വെറുതെ ദുർവ്യാഖ്യാനം അപ്പൊ ബെഞ്ചി ബ്രദർ ആ ലോജിക് പ്രകാരമാണെങ്കിൽ എല്ലാവരുടെ പൗരോഹിത്യം പോയില്ലേ? ഈ ഷിബു പിടിയക്കലിന്റെ ലോജിക് ആണെങ്കിൽ എനിക്കൊരു സംശയമുണ്ട്. ഞാനിപ്പോ കയറി വന്ന ഒരു സംശയമുണ്ട്. പുള്ളിക്കാരൻ ഇദ്ദേഹം ഇവിടെ ഇപ്പൊ പറഞ്ഞത് 11 പേർക്ക് ചോദിച്ചിട്ട് ഞാൻ അങ്ങ് ഇറങ്ങുക. എനിക്ക് അതുകൊണ്ട് കേട്ടാൽ അത് വേണ്ട, അത്രയും നിർബന്ധം നമ്മളൊരു കാര്യം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സംശയം നമ്മളൊരു കാര്യം ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കർത്താവ് ഡയറക്ട്ലി പറയുന്ന കാര്യമാണ്. മർക്കോസ് 16-ാം അധ്യായം, ലാസ്റ്റ് അധ്യായം മർക്കോസില്, അതിൽ 14-ാം വാക്യത്തിൽ പിന്നീട് 14-15 വാക്യങ്ങൾ 28-ന്റെ 16-ാം വാക്യം നോക്കി. അതായത് ഇതിൽ പറയാണ്, പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിന് ഇരുന്നപ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിനു ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തതു നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. ഈ സംഭവം കഴിഞ്ഞിട്ട് നേരെ യേശു സ്വർഗാരോഹണത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതായത് യോഹന്നാന്റെ ഇതില് 21-ാം അധ്യായത്തിലുണ്ട് കേട്ടോ. അവിടെ വായിച്ചോട്ടെ. അവിടെ യേശു പറയുകയാണെങ്കിൽ മത്തായി 28-ന്റെ 16-ാം വാക്യം, മർക്കോസ് 16-ന്റെ 14. നിങ്ങൾക്ക് ആർക്കും എടുത്ത് വായിക്കാനുണ്ട വാക്യം ഒരിക്കൽ കൂടെ മത്തായി 28-ന്റെ 16. യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീല മലയിലേക്ക് പോയി. ഇനി അതിന്റെ 18-ാം വാക്യം, യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുകയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ആരോടാ പറഞ്ഞ? 11 ശിഷ്യന്മാരോട്. തൂങ്ങി മരിച്ച യൂദാസ് ഒഴികെയുള്ള ബാക്കി 11 പേരോട് ആണ് യേശുക്രിസ്തു പറഞ്ഞത്. ഇനി പറ, ഈ പറഞ്ഞ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒറ്റ കാര്യം കൂടെ പറഞ്ഞുതരാം. അതിന്റെ ഒരു എക്സാമ്പിൾ പറയാം. ബാർണബാസിന്റെ സുവിശേഷം എന്ന് പറയുന്ന സുവിശേഷമുണ്ട്. മുസ്ലിം സഹോദരങ്ങൾ പൊക്കിക്കൊണ്ട് കിടക്കുന്നുണ്ട്. അതിന്റെ പ്രത്യേകത എന്താ അറിയാമോ? ബാർണബാസിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ട് ബൈബിളിലെ സുവിശേഷത്തെ അധികരിച്ചുകൊണ്ട് ഒരു സുവിശേഷം മധ്യകാലഘട്ടത്തിൽ രൂപപ്പെടുത്തി ഉണ്ടാക്കിയ ആളാണ്. ഈ ഉണ്ടാക്കിയ വ്യക്തിക്ക് ബൈബിളിൽ നമ്മൾ സുവിശേഷം കണ്ടു. ഞാൻ നേരത്തെ പറയാം, തിബേരിയസ് കടൽപ്പുറം എന്ന് പറയുന്ന ഗലീലി കടല്. കാരണം ഗലീലി കടലിന് മറ്റൊരു പേര് തിബേരിയസ് കടൽ. കാരണം അവിടെ ആ കാലഘട്ടത്തിൽ കടൽ എന്നാണ് അവർ വിളിച്ചിരുന്നത്. ഗലീലി കടൽ എന്ന് പറയുന്നത്. ഈ സുവിശേഷം എഴുതിയ ഈ മനുഷ്യൻ ഈ തിബേരിയസ് അല്ലെങ്കിൽ ഗലീലി കടൽ വലിയ കടലാണെന്ന് വിചാരിച്ചു. ബേസിക്കലി അതൊരു വലിയൊരു ലേക്ക, കടലല്ല. ഈ സുവിശേഷം ഭരണവാസന സുവിശേഷം എഴുതിയ ആള് തള്ളിയപ്പോ അവിടെ കപ്പൽ വന്നതും വലിയ കടലിനകത്ത് കപ്പലുകൾ പുറനാട്ടിൽ നിന്ന് വന്ന കഥയൊക്കെ പുള്ളി എഴുതിച്ചു. കാരണം അവിടുത്തെ ജിയോഗ്രഫിക്കലായിട്ടുള്ള ഒരു ബന്ധവും ഇല്ലാത്ത ഒരാൾ നൂറ്റാണ്ടുകൾക്ക് ശേഷം മധ്യശരകത്തിൽ എഴുതി വെച്ച സാധനമാണ്. എന്ന് പറഞ്ഞ പോലെ ബൈബിളുമായിട്ട് സഭയുടെ ഹിസ്റ്ററിയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സഭയാണ് ഷിബു പൊക്കിക്കൊണ്ടുവരുന്ന സുറിയാനി സഭയുടെ തെളിവത്. കാരണം ഇവിടെ ഈ തോമസിനുണ്ടായിരുന്ന സ്ഥാനം അല്ലെങ്കിൽ യേശു ഈ അധികാരം കൊടുത്തതിനെ കുറിച്ചൊന്നും യാതൊരുവിധ അറിവില്ലാത്ത ആളായി പറഞ്ഞ ഇവരെ പ്രാർത്ഥന എഴുതി ഉണ്ടാക്കിയേ. അത്രത്തോളം വിവരമില്ല. അതാ ഞങ്ങൾ പറഞ്ഞത് 6-ാം നൂറ്റാണ്ടിൽ മാത്രം ഉണ്ടായത് യാക്കോബെ സഭ. നിങ്ങളോട് പലപ്പോഴും പറഞ്ഞില്ലേ, 6-ാം നൂറ്റാണ്ടിലുണ്ടായ ഇസ്ലാം മതം ഇതുപോലെ ഭരണബാസിന്റെ സുവിശേഷം എന്ന് പറഞ്ഞിട്ടും ഒരു ഡ്യൂപ്ലിക്കേറ്റ് സുവിശേഷം പൊക്കിക്കൊണ്ട് കിടക്കുന്ന പോലെ 6-ാം നൂറ്റാണ്ടിലുണ്ടായ മറ്റൊരു സഭയും, ആ സഭ അപ്പസ്തോലിക സഭ തന്നെയാണ്, പക്ഷെ ആ സഭ ഉണ്ടാക്കിയ
ഒരു ഫേക്ക് കഥ, ചതിവ് കഥ, നുണ കഥയാണ് ഈ പറഞ്ഞത്. 6-ാം പക്ഷെ അത് നൂറ്റാണ്ടിൽ ഉണ്ടായ അവരുടെ സഭ. അവർക്ക് ആ ഇതിന്റെ ആ ഹിസ്റ്റോറിക്കൽ ഇതിന്റെ പത്രോസിന്റെ പരമാധികാരം അല്ലെങ്കിൽ പത്രോസിന്റെ അപ്രമാദിത്യം ഒക്കെ സ്ഥാപിക്കുവാൻ മലങ്കര സഭയിൽ മുകളിൽ അടിച്ചേൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് കാണിച്ചിട്ടുള്ള ഒരു പൊറോട്ട നാടകമാണത്. പിന്നീട് പിന്നെ അപ്പോസ്തല പ്രവൃത്തിയില് പന്തിരുവർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രയോഗങ്ങൾ കാണുന്നത്. പന്തിരുവർ എന്ന് പറഞ്ഞാൽ 12 ശിഷ്യന്മാർ. കാരണം മത്യാസിനെ ചീടിട്ടവര് ഈ 11 പേരിൽ ഒരുവനായിട്ട് അവർ എണ്ണിയെന്ന് കാണുന്നത് 12 പേരിൽ. അപ്പം 12 എന്നുള്ള പ്രയോഗം പിന്നീട് കാണുന്നുണ്ട്. അപ്പം അവിടെ തോമാസ് ലീഹയ്ക്ക് പൗരോഹിത്യം കിട്ടിയില്ലെങ്കിൽ അവിടെ പിന്നെ പൗരോഹിത്യം പിന്നീട് കൊടുത്തായിട്ട് വല്ലതും പറയേണ്ടിയായിരുന്നു. അങ്ങനെ ഒരു സഭയുടെ ചരിത്രത്തിൽ ബിബ്ലിക്കൽ ടെക്സ്റ്റിൽ എങ്ങും കാണുന്നില്ല. മാത്രമല്ല സഭയുടെ ചരിത്രത്തിലെങ്ങും ഇവന്മാർ പിന്നെ അടിച്ചുവിട്ട മറ്റൊരു സംഭവമാണ് പത്രോസ് ലീഹയാണ് പിന്നീട് ഈ തോമാസ് ലീഹയ്ക്ക് പൗരോഹിത്യം കൊടുത്തതെന്ന്, രണ്ടാമത് കൊടുത്തതെന്ന് പറയുന്നുണ്ട്. ശിവപീഠിക്കൽ അത് പറഞ്ഞിട്ടില്ല, മറ്റു ചിലർ പറയുന്നുണ്ട്. അവിടെ വാദത്തിന് എതിർവാദം പറഞ്ഞവരൊക്കെ പല ഗ്രൂപ്പുകളായിട്ട് പറയുന്നുണ്ട്. അതായത് പത്രോസ് ലീഹ കൊടുത്തത്. അങ്ങനെ ഒരു ചരിത്രം ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ, വെല്ലുവിളിക്കുക. അങ്ങനെ ഒരു ചരിത്രം പത്രോസ് ലീഹയാണ് തോമാസ് ലീഹയ്ക്ക് പൗരോഹിത്യം ഗോഹനൂസ കൊടുത്തെന്ന് ചരിത്രം ഉണ്ടെങ്കിൽ നിന്റെയൊക്കെ ചരിത്രം ഉണ്ട്. സെതറയൊക്കെ എടുത്തോണ്ട് വന്നൊക്കെ പൊളിച്ചടുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ സെതറയെന്നല്ല, നിന്റെയൊക്കെ സഭയുടെ യഥാർത്ഥമായ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. കാരണം ആ സെതറയിലേ ആ സെതറ പക്ഷെ പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള രീതിയിലല്ലേ ആ സെതറ. ഞാനിപ്പോ ബേസിക്കലി എന്റെ മാത്തുക്കുട്ടി വേറെ കാര്യം അറിയോ, ഈ യാക്കോബായ സഭയുടെ കാനോനുകളുണ്ട്, ഔദ്യോഗികമായിട്ടുള്ള കാനോനുകള്. അതില് കൗൺസിൽ ഓഫ് അൻഗീറ, കൗൺസിൽ ഓഫ് എനിക്ക് തോന്നുന്നു ലൗഡേഷ്യ, അങ്ങനെ കുറെ കാനോൻസ് ഉണ്ട്. ഈവൻ ബിഫോർ നിക്കിയ കൗൺസിലിന് മുമ്പും ഉള്ള റീജിയണൽ കൗൺസിൽസും നിക്കിയ കൗൺസിൽസ്, അക്യുമെനിക്കൽ കൗൺസിൽസും ചില റിജക്റ്റഡ് കൗൺസിൽസിന്റെ കാനോനുകളും പിന്നെ അങ്ങനെ പല കാര്യങ്ങളും ആധികാരികമായിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലൊരു കാര്യമാണ് ഇവരുടെ ഡോക്ട്രിൻ ഓഫ് അദൈ എന്ന് പറയുന്നത്. ഇവരുടെ ഒരു ആധികാരിക സംഭവമാണ് ഡോക്ട്രിൻ ഓഫ് അദൈ. അപ്പൊ ഈ സാധനത്തിലൊക്കെ ഈ തോമാസ് ലീഹ ഇവിടെ പ്രവർത്തന യബാനിലും അങ്ങനെ ഈ പറയുന്ന അബ്ഗാർ രാജാവിന്റെ അടുത്തേക്ക് ഡിസ്പാച്ച് ചെയ്യുന്നത് എല്ലാ ഒരു കോമഡി പറഞ്ഞുതരാം. ഈ സഭ സ്ഥാപിക്കപ്പെട്ടു ബാഗ്ദാദിലെ സഭയും അല്ലെങ്കിൽ ഈ എഡേസയിലെ സഭയും സ്ഥാപിക്കപ്പെട്ടത് തോമസിന്റെ പൈതൃകത്തിൽ നിന്നാണ്. എഡേസയിലെ സഭയും പഴയ സഭകളിൽ എഡേസയിലെ സഭയും ബാഗ്ദാദിലെ സഭയും, പ്രത്യേകിച്ചും എഡേസയിലെ സഭ അവരുടെ ഫൗണ്ടേഴ്സ് ആയിട്ട് പറയുന്നത് തോമസ് അപ്പസ്തോലിന്റെ ശിഷ്യനായ ആദായി തുടങ്ങിയ സഭയാന്ന് പറയുന്നത്. തോമസ് അപ്പസ്തോലന്റെ ഡിസൈപ്പിളായ ആദായി. അതുകൊണ്ടാണ് ആ സഭയിലും എഡേസയിലെ സഭയിലെ ക്രിസ്ത്യാനികൾ നസ്രാണികൾ എന്ന് സ്വയം വിളിക്കുന്നത്. അവരിപ്പോഴും വിളിക്കുന്നത്. കേരളത്തിലെ സുറിയാനി ക്രൈസ്തവർ നസ്രാണികൾ എന്ന് വിളിക്കാറുണ്ട്. ലോകത്തെ അപൂർവം ജനതകൾ മാത്രം സ്വയം നസ്രാണികൾ എന്ന് അവർ പേര്, നസ്രായന അനുയായികൾ. മറ്റൊരു കൂട്ടർ കാണാം ബാഗ്ദാദിലെ സഭയിൽ, നമ്മുടെ ട്രഡീഷണൽ ലിംഗം ഉണ്ടായിരുന്ന ബാഗ്ദാദിലെ സഭയിൽ. അപ്പോ ഈ എഡേസയിലെ സഭ, ഇവര് യാക്കോബായ സഭയ്ക്ക് എഡേസ സഭയായിട്ട് പോലും പ്രോപ്പർ ആദ്യ കാലഘട്ടങ്ങളിൽ, നൂറ്റാണ്ടുകളിൽ എഡേസ സഭ പോയിട്ട് പോലും ഒരു ബന്ധവും ഇല്ലായിരുന്നു എന്ന് തെളിവ്. കാരണം എഡേസയിലെ സഭ തോമസിന്റെ അപ്പസ്തോലത്വം അവർ ഏറ്റു പറയുന്നത് തോമസിലൂടെയാണ്. ഈ സദറയിൽ അത് ഏറ്റവും അറിയുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ സദറ എടുത്ത് നമ്മൾ പ്ലേ ചെയ്യുമ്പോഴേ ആ രണ്ട് കൂടാരത്തിനകത്ത്, അതായത് യേശുക്രിസ്തുവിന്റെ 10 ശിഷ്യന്മാരുടെ കാര്യം പറയുന്നുണ്ട്. അതിനുശേഷം ആ 2 ശിഷ്യന്മാരുടെ പേര് പറയുന്നു, പുതിയതായിട്ട് വന്ന അവർക്ക് പകരക്കാരായിട്ട് വന്നിട്ടുള്ള ക്ലയോപ്പായും ലൂക്കായുടെയും കാര്യം പറയുന്നു. അതിനുശേഷം എന്താ പറയുന്നത്, പഴയ നമ്പേഴ്സ് 11 സംഖ്യാപുസ്തകത്തിന്റെ 11-ാം അധ്യായത്തില് മലയിലേക്ക് മോശയോടൊപ്പം കയറിപ്പോയ 70 പേരും അവരുടെ കൂടെ അവരുടെ കൂടെ ഇല്ലാതിരുന്ന 2 പേർക്ക് പാളയത്തിനകത്ത് വെച്ചിട്ട് ആത്മാവിനെ കിട്ടുന്ന ഒരു സിനാരിയോ പറയുന്നുണ്ട് 11-ാം അധ്യായത്തിൽ. അപ്പൊ ആ സിനാരിയോ അനുസരിച്ച് നോക്കിയാൽ തന്നെ ഈ വെളിയിലുണ്ടായിരുന്ന വന്നില്ലെന്ന് പറയുന്ന ഈ തോമാസ് ലീഹയ്ക്ക് കിട്ടേണ്ടതാണെന്ന് ശരിക്കും ചേട്ടാ, അത് അങ്ങനെ തോമാസ് ലീഹായ്ക്ക് കിട്ടിയെന്നാണ് ആ സെതറെ പറഞ്ഞിരിക്കുന്നത്. അത് എടുത്തു വെച്ചിട്ട് ശിവു അടിച്ചു വിടുന്ന ബ്ലേറ്റന്റ് ലൈ ആണ്, കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. ഞാൻ ആ ഭാഗം വേണം ഒന്നുകൂടെ പ്ലേ ചെയ്യാതെ. അല്ലല്ല വെയിറ്റ് മാത്തുക്കുട്ടി അങ്ങനെ പറഞ്ഞു വിടല്ലേ, അങ്ങനല്ല. അപ്പം ആ സെതറൈ പറഞ്ഞിരിക്കുന്ന ഭാഗം അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യം അത് മനസ്സിലാക്കിയെടുക്കുന്ന ഈ വിഷയത്തെ പറ്റി ബാക്കി അതിനകത്തിൽ പറയുന്ന സെതറൈ പറയുന്ന പ്രധാനപ്പെട്ട 2 കാര്യം ഇവർക്ക് 2 പേരും റീപ്ലേസ് ചെയ്തു. അതായത് ഒന്ന് യൂദാ ഇസ്കറിയോത്തയുടെ കൂട്ടത്തിൽ തോമാസ് ലീഹയെ എണ്ണുകയാണ് അവർ ചെയ്തത്. എന്നിട്ട് അവർക്ക് പകരമായിട്ട് ഇൻസ്റ്റെഡ് ഓഫ് ദം അവർക്ക് പകരമായിട്ട് ഈ 2 പേർക്കും കിട്ടിയെന്നാ പറയുന്നത്. എന്നിട്ട് അതിനെ ശക്തീകരിക്കാൻ വേണ്ടിയാണ് ഇവർ ഈ പറയുന്നത് നേരത്തെ വെളിയിലുണ്ടായിരുന്ന അവിടെയാണ്. അതാണ് റോങ് ക്ലെയിം. അതായത് ക്ലയോപാസിനും ലൂക്കായ്ക്കും കിട്ടിയെന്ന് പറഞ്ഞില്ല. അങ്ങനെയല്ല പറയുന്നത് ചേട്ടാ. ഞാൻ അതിന്റെ പോയിന്റ് പറഞ്ഞുതരാം.
ഈ സദറ എഴുതിയ ആൾക്ക് ഈ പുതിയ നിയമസഭയെ കുറിച്ച് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് പോലും ഇല്ല എന്നല്ല, പഴയ നിയമസഭയിൽ പാളയത്തിന് പുറത്ത് നിന്നവരിൽ അഭിഷേകം പകർന്നു എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. പുറത്തു പോയ സദറ എഴുതിയ ആൾക്ക് ആ വിവരത്തിൽ വലിയ ഗ്രാഹിയില്ലാത്ത അല്ല ആളാണ് അത് എഴുതിയേക്കുന്നത്. ശിവു സാർ കൊടുക്കുന്ന ഇന്റർപ്രിട്ടേഷൻ അങ്ങനെയല്ല. ഞാൻ ആ സദർ പ്ലേ ചെയ്യാം, മെല്ലെ അല്ല പ്ലേ അല്ല ചെയ്ത്. അല്ല 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 മാത്തുക്കുട്ടി നിക്ക് അങ്ങനെ പറയല്ലേ. ശിവു സാർ കൊടുത്ത ഇന്റർപ്രിട്ടേഷൻ അല്ല അവിടെ സെദറെ പറയുന്നത്. എന്താണ് സെദറെ പറയുന്നത്? അങ്ങനെ ഒരു കാര്യം വന്നത് ഇത് എഴുതിയത് തന്നെ ഒരു 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 മണ്ടശിരോമണിയാന്ന് പറയാൻ എനിക്ക് യാതൊരു ഒന്ന് കേട്ട് നോക്ക് ഒരു സംശയമില്ല. ഒന്ന് കേട്ട്. കാരണം വെച്ചാല് ഈ ലൂക്കോസ് തന്നെ അന്ന് ഇല്ലല്ലോ. ലൂക്കോസ് അന്നില്ല. അന്ന് സഭയുടെ ഭാഗമല്ലാത്ത ലൂക്കോസിന് കിട്ടിയെന്ന് പറഞ്ഞത് തന്നെ ചരിത്രപരമായ ബ്ലണ്ടർ. പിന്നെ യൂദാ ഇസ്കറിയോത്തോട് കൂടെ ഞാൻ ചോദിക്കണത് ബെഞ്ചി ബ്രദർ, ഇതിന് ഇന്റർവ്യൂ ചെയ്ത ആളുടെ തലയിൽ ചകിരിയായിരുന്നു. ഇത് ചോദിക്കാമായിരുന്നല്ലോ ഈ ലോജിക് ഒക്കെ വെച്ചിട്ട്. ബ്രദർമാർക്ക് ഇതൊന്നും അറിയില്ലല്ലോ, പൊട്ടന്മാരല്ലേ. ആ പുള്ളി അന്നേരം എതിർക്കുന്നുണ്ട്. ഒരു പോയിന്റിൽ എതിർക്കുന്നുണ്ട്. അതായത് ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങളുടെ ചിന്ത അനുസരിച്ച് ഈ അതിനുശേഷമുള്ള ഈ മറ്റേ തിമോത്തിയോസിനും തീത്തോസിനും ഒക്കെ സഭകളിൽ ഈ മൂപ്പന്മാരെ ആക്കി വെക്കാനുള്ള അധികാരം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവർക്കെല്ലാം കിട്ടി, അങ്ങനെ പിന്നീടായാലും കൊടുക്കാൻ. പക്ഷെ പുള്ളി അവിടെ പറയുന്ന ഇത്രേ ഉള്ളൂ, പിന്നീടായാലും കിട്ടും എന്നുള്ള നിലയില്ല. പക്ഷെ ഈ പൗരോഹിത്യം ലൂക്കോസ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ചിന്ത ഇദ്ദേഹത്തിന് കത്തിയില്ല എന്നുള്ളത് ഒരു കഷ്ടം തന്നെയാണ്. കാരണം ബ്രദറുകാരനെ ചിന്തിക്കേണ്ടതാ. അല്ലല്ല ബെഞ്ചി ചേട്ടാ, അങ്ങനെ കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്ല മാത്തുക്കുട്ടി ആ ഇന്റർവ്യൂല് തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ ബൈബിൾ പ്രകാരം പോലും ഇത് നോക്കിയാൽ ശരിയാ അങ്ങനെ പറയണ്ട. അപ്പൊ എന്റെ ജയചേട്ടാ അത് അത് വിട്. റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനത്തിന്റെ വയലേഷൻ ആണ് അത്. കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തികൾ മൂലമല്ല നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അല്ല മാത്തുക്കുട്ടി നിക്ക് നിങ്ങൾ സംസാരിച്ചങ്ങ് മറ്റേ വിഷയം വേറെ രീതിയിലായി പോകില്ല. എനിക്ക് അവിടെ നിൽക്കുക. ഞാൻ പറയട്ടെ. അതായത് ഈ പൗരോഹിത്യത്തെ പറ്റി പറഞ്ഞ ഒരു ഭാഗം കൂടി ഞാൻ പറഞ്ഞു വെക്കാം. അതായത് ഈ പൗരോഹിത്യം കൊടുക്കുന്നത് ഇവിടെയാണ് എന്ന് പറഞ്ഞ് അവിടെ ദൈവവചനത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് അവർ പരിശുദ്ധാത്മാവിനെ ഊതി കൊടുക്കുന്ന പൗരോഹിത്യം ഊതി കൊടുക്കുന്ന അവിടെ പറയുന്നില്ല. ബേസിക്കലി മനസ്സിലായോ? പൗരോഹിത്യോട് ഊതി കൊടുക്കുന്നതോട് പറഞ്ഞിട്ടില്ല, പരിശുദ്ധാത്മാവിനെ ഊതി കൊടുക്കുന്ന പറയുന്നത്. അതാണ് അതെടുത്തിട്ടാണ് പൗരോഹിത്യം അന്നേരമാണ് ഊതി കൊടുത്തെന്ന് പറഞ്ഞത്. പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി പൗരോഹിത്യം എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യർക്കും ദൈവത്തിന്റെ ഒടുവിൽ നിൽക്കുകയാണ്, മനുഷ്യർക്ക് വേണ്ടി യാഗം അർപ്പിക്കുകയാണ്. ഇതാണ് ബേസിക്കലി ഉള്ള പൗരോഹിത്യത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. അത് നമ്മൾ എവിടെ കാണുന്നത്? കർത്താവ് എവിടെ ഇത് കൊടുത്തത്? എവിടെയാണ് കൊടുത്തത് കാണുന്നത്? നമ്മൾ അതായത് കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അന്നത്തെ കാൽ കഴുകൽ ശുശ്രൂഷ മുതലാണ് ഇതിന്റെ ഒരു കാര്യം നമ്മൾ കാണുന്നത്, വളരെ കൃത്യമായിട്ട് കാണുന്നത്. അതായത് ഈ കാൽ കഴുകൽ ശുശ്രൂഷയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. കാരണം പഴയ നിയമത്തിൽ നടന്ന അതേ കാര്യം കർത്താവ് വീണ്ടും റീട്രേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്ന ഒരു നിഴലായിട്ട് പറഞ്ഞതിന്റെ കാര്യം പൊരുളായിട്ട് കർത്താവ് അവിടെ കാണിക്കുകയാണ്. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയാം. അതായത് ലേവ്യ പുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലൊക്കെ ആ ഭാഗത്തെ പറ്റി പറയുന്നുണ്ട്. അവിടെ മോശ തനിക്ക് കിട്ടിയ പൗരോഹിത്യം അഹറോന്റെ മക്കൾക്കും കൊടുക്കുന്നുണ്ട്. അതെങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ കാൽ കഴുകി എന്നിട്ട് അവരോട് യാഗം അർപ്പിക്കുക എന്ന് പറയും. യാഗം അർപ്പിക്കുക എന്ന് അപ്പൊ അവിടെ ഒരു കമാൻഡ് കൊടുക്കുകയാണ്. അപ്പൊ അർപ്പിക്കുക എന്ന് അത് അർപ്പിക്കാൻ അവകാശം കൊടുക്കുമ്പോൾ തന്നെയാണ് ഈ പൗരോഹിത്യത്തിന്റെ ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പം മോശ തന്റെ സഹോദരനായ അഹറോന്റെ മക്കൾക്കും അവരുടെ കാൽ കഴുകിയിട്ട് അവർക്ക് പൗരോഹിത്യം കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിനുശേഷം യാഗം അർപ്പിക്കാൻ കൊടുക്കുന്ന ഈ അർപ്പണം എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് നമ്മൾ ഈ കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ കാണുന്നത്. അവിടെ കർത്താവ് അവിടെ ഇവരുടെ കാൽ കഴുകാൻ വേണ്ടി ഇറങ്ങി ചെല്ലുന്നുണ്ട്. പത്രോസ് പറയുന്നുണ്ട്, നീ എന്റെ കാൽ കഴുകിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് എന്താ പറഞ്ഞു? ഞാൻ നിന്റെ കാൽ കഴുകിയില്ലെങ്കിൽ നിനക്ക് ഇനി ഞാനുമായിട്ട് ഒരു ഓഹരിയുമില്ല, നിനക്ക് ഞാനുമായിട്ട് ഒരു ഓഹരിയില്ല, ഒരു ബന്ധവുമില്ല. അതാ കർത്താവോട് പറയുന്നത്. അപ്പൊ പത്രോസ് പറയുന്നുണ്ട്, നീ എന്റെ കാലെന്ന തലയും കൂടി കഴുകണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ കർത്താവ് തിരിച്ചു പറയുന്നത്, കുളിച്ചിരിക്കുന്നവന് കാൽ മാത്രം കഴുകുന്നു പറഞ്ഞാൽ അവനെ ഓൾറെഡി കർത്താവ് സ്നാനപ്പെടുത്തിയാണ്. പത്രോസിനെ ശിഷ്യന്മാരും ഒക്കെ കർത്താവ് സ്നാനപ്പെടുത്തിയതാണ് എന്നുള്ളതാണ് സഭയുടെ ട്രഡീഷൻ പറയുന്നത്. അപ്പോ അങ്ങനെ കുളിച്ചിരിക്കുന്നവന് കാൽ മാത്രം കഴുകിയാൽ മതി എന്നുള്ളതാണ് കർത്താവ് പറയുന്നത്. ഞാൻ തീർക്കട്ടെ. അതായത് അവിടെ ഈ ഭാഗത്തിൽ കർത്താവ് അവരുടെ കാൽ കഴുകിയിട്ട് കർത്താവ് അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്താണ്? ദിസ് ഡു ഇൻ റിമെമ്പറൻസ് ഓഫ് മീ, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്നുള്ളത്. ആ ചെയ്യുവീൻ എന്നുള്ളത് ഓഫർ ദിസ് എന്നുള്ള വാക്ക് അവിടെ ശരിക്കും പോയിനയോ എന്ന് പറഞ്ഞ വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് അതിന്റെ വാക്കിന്റെ അർത്ഥം ഓഫർ ദിസ് എന്നുള്ള വാക്ക് അവിടെ ശരിക്കും പോയിനയോ എന്ന് പറഞ്ഞ വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് അതിന്റെ വാക്കിന്റെ അർത്ഥം ഓഫർ എന്നുള്ളതാണ്. പഴയ നിയമത്തിൽ ഗ്രീക്ക് സെപ്റ്റജനിൽ എടുത്താൽ അവിടെ മോശ ഉപയോഗിച്ച ഇത് അർപ്പിപ്പീൻ എന്ന് പറഞ്ഞ അതേ വാക്കാണ്
ബലി എന്നുള്ളത്, ബലിയുടെ അർപ്പണം, അതാണ് കർത്താവ് അവിടെ കൊടുക്കുന്നത്. അപ്പം അതേപോലെ മോശ അഹരോനും തന്റെ മക്കൾക്കും എങ്ങനെ കാൽ കഴുകിയിട്ട് ഇത് അർപ്പിക്കാൻ കൊടുക്കുന്ന ആ ട്രാൻസ്ഫർ ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ് കർത്താവ് അവിടെ ചെയ്യുന്നത്. മാത്രമല്ല ഇത് അർപ്പിക്കുക എന്നുള്ളത് ജനങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്നുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അപ്പം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പൗരോഹിത്യത്തെ പറ്റി, പൗരോഹിത്യത്തിന് ട്രാൻസ്ഫർ എവിടെ കൊടുത്തു എന്നുള്ള കാര്യത്തിൽ ഒരുപാട് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അതിനകത്തിൽ ഏറ്റവും ബേസിക് ആയിട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ഇതാണ്. പിന്നീട് ഈ ഊതി കൊടുത്തു എന്ന് പറയുന്ന ഭാഗം അതിൽ ഉൾപ്പെട്ടതാണെന്നുള്ളതിൽ എനിക്ക് സംശയമൊന്നുമില്ല, അതല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ വളരെ കൃത്യമായിട്ട് കർത്താവ് അർപ്പിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടും ഏറ്റവും അപ്പോസ്തല സഭയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് യൂക്കാരിസ്റ്റ് എന്നുള്ളത്. അവിടെയാണ് പൗരോഹിത്യത്തിന്റെ ഏറ്റവും വലിയ ശുശ്രൂഷ ഇരിക്കുന്നത്. ആ ശുശ്രൂഷ ഏൽപ്പിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന തോമസ് ലീഹ പിന്നീട് ഇവർ ഊതിയില്ലെന്നാ പറയുന്നത്. അപ്പൊ കർത്താവ് പിന്നീട് പ്രത്യക്ഷപ്പെട്ട് അവരുടെ ഇടയിൽ വന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ട് കർത്താവ് എന്നിട്ട് തോമസ് ലീഹയോട് സംസാരിക്കുന്നുണ്ട്. തോമസ് ലീഹയെ തന്റെ വിലാപ്പുറത്തൊക്കെ തൊടാനായിട്ട് അനുവദിക്കുന്നുണ്ട്. അന്നേരം കർത്താവ് ഊതിയില്ലെന്ന് ഇവർക്ക് പറയാൻ പറ്റുമോ? ഈ ഊതി എന്നൊക്കെ ഉള്ള കാര്യം എല്ലായിടത്തും എഴുതി വെക്കണം നിർബന്ധമുണ്ടോ? അല്ല, ഇപ്പൊ പെന്തക്കോസുകാർക്കും ബ്രദറുകാർക്കും ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ പിന്നീട് ഊതിയോ എന്നൊക്കെ ചോദിക്കുക, അത് എഴുതിയിട്ടില്ലല്ലോ എന്നൊക്കെ പറയാം. കാരണം അവർക്ക് ഈ ബൈബിളിലെല്ലാം അത് അപ്പാടെ എഴുതി വേണം എന്ന് പറയാം. അപ്പോസ്തലിക സഭയിലുള്ളവർക്ക് ഈ വക കാര്യങ്ങൾ ചോദിക്കും ആരെങ്കിലും. അപ്പൊ സഭയുടെ ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പൗരോഹിത്യം എന്നുള്ളത് തന്റെ 12 ശിഷ്യന്മാർക്കും കിട്ടി എന്നുള്ളത്. പിന്നീട് 11 പേർക്കാണ് കിട്ടുന്നത്, ഡയറക്ട്ലി കർത്താവിന് കിട്ടുന്നതും പിന്നീട് മത്യാസിനെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്യുന്നു. അങ്ങനെ 12 പേർ എന്നുള്ള കാര്യം. അപ്പൊ ഇതിനെയൊക്കെ വക്രീകരിക്കാനായിട്ട് ഇല്ലാത്ത ഒരു ചരിത്രം മെനഞ്ഞ് തെറ്റിദ്ധാരണയിൽ എമോസിലേക്ക് പോയ 2 ശിഷ്യന്മാരിൽ ഒരു ശിഷ്യൻ ക്ലെയപ്പാവാണ്, ആ പേര് പറയാത്ത ശിഷ്യൻ ലൂക്കോസ് ആണ് എന്നുള്ള തെറ്റിദ്ധാരണയിൽ, ലൂക്കോസ് അത് എഴുതിയത് കൊണ്ട് ലൂക്കോസ് ആണെന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ഇവർ ലൂക്കോസ് ആണെന്ന് പറഞ്ഞിട്ട് ഈ അബദ്ധ ജടിലമായിട്ട് കാര്യം. കാരണം പിന്നീട് പൗലോസ് ലീഹ മുഖാന്തരം സഭയിലേക്ക് വന്ന പൗലോസിന്റെ ശിഷ്യൻ എന്നറിയപ്പെട്ട, അല്ലെങ്കിൽ പൗലോസിന്റെ കോവർക്കറായിട്ട് അറിയപ്പെട്ട അഗ്രചർമ്മിയായ ഒരു ഗ്രീക്കുകാരനായ ഒരു യഹൂദനല്ലാത്ത ലൂക്കോസ്, ആ ലൂക്കോസ് അന്നേ ഉണ്ടായിരുന്നു എന്നുള്ള പമ്പര വിട്ടിത്തരമാണ് ഇവരുടെ സെതറെ പറഞ്ഞിരിക്കുന്നത്, ഇവരുടെ പ്രീമിയർ സെതറെ പറഞ്ഞിരിക്കുന്നത്. അല്ല, മാത്രല്ല ബെഞ്ചി ബ്രോ, ഈ സെതറ എഴുതിയിരിക്കുന്നത് യാക്കോബ് തൃതീയൻ പാത്രിയർക്കീസ് ആണ് ഈ സെതറ എഴുതിയിട്ടുള്ളത്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്, കേൾക്കണം കേട്ടോ, നിങ്ങൾ കഥ ശരിക്കും കേൾക്കണം. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഔഗേൻ തിരുമേനിയാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഔഗേൻ തിരുമേനി യാക്കോബായ സഭയുടെ കക്ഷിയായിരുന്നു. നിങ്ങളത് ക്ലിയർ ആയിട്ട് കേക്ക്. കൈവെപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ മെത്രാപ്പോലീത്ത ആയിട്ടുള്ളത് എന്താ പറയാ, ഏലിയാസ് ബർസൂം പാത്രിയാർക്കീസിന്റെ കയ്യിൽ നിന്ന്, ഇഗ്നേഷ്യസ് ഏലിയാസ് ബർസൂം സെവറസ് ബർസൂമിന്റെ കയ്യിൽ നിന്നാണ് ഈ ബസേലിയസ് ഔഗേൻ തിരുമേനിക്ക് കൈവെപ്പ് കിട്ടിയിട്ടുള്ള മെത്രാപ്പോലീത്ത ആവാനുള്ളത്. അപ്പൊ ഈ യാക്കോബ് തൃതീയൻ പാത്രിയാർക്കീസ് ആണ് ഈ 1964 എലിവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഔഗേൻ തിരുമേനി ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തു എന്ന് പറയുന്നു. അപ്പൊ ഇതിന്റെ ഉപജ്ഞാതാവ് ഈ പറയുന്ന യാക്കോബ് തൃതീയൻ പാത്രിയാർക്കീസ് ആണ്. അപ്പൊ ആ ഡിബേറ്ററും ഇന്റർവ്യൂറും ചോദിക്കുമ്പോ അപ്പൊ അതിൽ പറയുന്നുണ്ട്, നിനക്കിത് അറിയാമല്ലോ എന്നുള്ള രീതിയിൽ ശിബുപിടികൾ വെച്ചാലും അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ ഉപജ്ഞാതാവ് യാക്കോബ് തൃതീയനും അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ബസേലിയസ് ഔഗേൻ തിരുമേനി എന്ന് പറയുന്ന കാതോലിക്കയാണ്. ഈ ഔഗേൻ ബാബ ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മാറ്റി പറഞ്ഞോട്ടെ, പിന്നീട് ചെറിയ ചനക്ക് വന്നിട്ട് ഔഗേൻ ബാബ അല്ല മറ്റാരാണെന്ന് പറയുന്നു. അല്ല, മാത്രമല്ല നമ്മൾ ഇത് പല അച്ഛന്മാർക്കും ഈ സെതർ അയച്ചു കൊടുത്തു. ഇങ്ങനൊരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവരാരും കണ്ടിട്ടില്ല, ഇങ്ങനെ സാധനം ഇവർ കണ്ടിട്ടേ ഇല്ല. ഇത് കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല, ബെഞ്ചി ബ്രോ, നമ്മള് 2 ദിവസം ഇതിന് മെനക്കെട്ടു. ഇതിന്റെ സിറിയക്ക് ട്രഡീഷൻസ് തപ്പിപ്പോയി. ഈ സാധനം കാണാനില്ല, അങ്ങനത്തെ ഒരു സാധനം സിറിയക്ക് ട്രഡീഷനിൽ ഇല്ല. നേരെ മറിച്ച് സിറിയക്ക് ട്രഡീഷന്റെ അകത്ത് വേറെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇത് എവിടുന്ന് ഇവന്മാർ ഇതൊക്കെ ഉണ്ടാക്കണേന്ന് എനിക്ക് മനസ്സിലാവും. ഭയങ്കര സാധനങ്ങൾ തന്നെ, ഭയങ്കര. അല്ല, എന്തായാലും ഇദ്ദേഹം യാക്കോബായ സഭയുടെ എക്ലേഷിയോളജി ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. ഇന്ന് കാലത്ത് പറഞ്ഞ സംഭവമാണ്, അതായത് കുറച്ച് നേരത്തെ മുമ്പ് ഞാനതിനെ യാക്കോബായക്കാരനല്ല അല്ല അല്ല 3 തവണ പറഞ്ഞതാണ്. അപ്പോ ആരാണ്ട് കൊടുക്കുന്ന ക്യാപ്സ്യൂളില് ഇങ്ങേര് എന്താ ചെയ്യണ, ഇങ്ങേര് അപ്പാടെ എന്തെങ്കിലും പറയാണ്, എന്നിട്ട് ഇങ്ങനെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചല്ല ആരാണ്ട് കൊടുത്ത ക്യാപ്സ്യൂളാണ്. എന്തായാലും ഇവരുടെ ഏതോ അച്ഛന്മാർ അയച്ചു കൊടുത്ത്, കാരണം ഇതൊരു സെതറ, അദ്ദേഹം തന്നെ പറയുമല്ല, ഒരു അച്ഛൻ വായിക്കുന്നത് കേട്ടാൽ തന്നെ ഒരു അച്ഛനാ പാടുന്നത്. അപ്പൊ അത് ഉള്ള സാധനമാണ്, സെതറ ഉള്ളത് തന്നെയാണ്. പക്ഷെ പിൽക്കാലത്ത് എഴുതപ്പെട്ടതാണ്. എന്തിനാണ്? ഇവിടുത്തെ മലങ്കര സഭയുടെ ട്രഡീഷൻസ്, അതായത് ഇവിടെ ഉണ്ടായിരുന്ന അപ്പോസ്തോലിക സഭകളുടെ, അതായത് തോമാസ് ലീഹയാണ് തങ്ങളുടെ പിതാവ്, നമ്മുടെ കാവൽ പിതാവ് എന്ന് വിശ്വസിക്കുന്ന
തോമസ് ലീഹയാൽ സഭ സ്ഥാപിതമായി ഭാരത സഭ എന്ന് വിശ്വസിക്കുന്ന ഈ സഭകളുടെ ട്രഡീഷൻസിനെ തകിടം മറിക്കാനായിട്ട് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഉണ്ടായിരുന്ന അപ്പോസ്തോലിക സഭകളിൽ എല്ലാ സഭകളും, പുരാതനമായ എല്ലാ സഭകളും, അത് സീറോ മലബാർ ആകട്ടെ, സീറോ മലങ്കര ആയിക്കോട്ടെ, മലങ്കര ഓർത്തഡോക്സ് ആയിക്കോട്ടെ, തൊഴിയൂർ സഭയാകട്ടെ, മാർത്തോമ സഭ ആയിക്കോട്ടെ, അതുപോലെ തന്നെ മറ്റേ കൽദയ സഭ ആയിക്കോട്ടെ, ഈ സഭകളെല്ലാം ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യുന്ന ഫാക്റ്റ് ആണ് ഇവിടെ തോമസ് ലീഹ വന്നു എന്നുള്ളതും അതിനുശേഷം പേർഷ്യൻ സഭയുമായിട്ട് തോമസ് ലീഹയുടെ ശിഷ്യന്മാരായ അദായിയും മാറിയുമായിട്ടൊക്കെയുള്ള ബന്ധം ഉണ്ടായിരുന്ന ആ സഭയുമായിട്ടാണ് ഈ ഭാരത സഭയ്ക്ക് 1600 വർഷത്തോളം ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളത് വിശ്വസിക്കുന്ന സഭകളാണല്ലോ. അവർ ട്രഡീഷൻസ് എല്ലാം അതാ പറയുന്നത്. അത് വിശ്വസിക്കുകയും അത് അപ്ഹോൾഡ് ചെയ്യുന്ന ട്രഡീഷന് വിരുദ്ധമായിട്ട് ഇവിടെ പറയുന്ന ഒരേ ഒരു അപ്പോസ്തലിക കൂട്ടം ഉണ്ടെങ്കിൽ യാക്കോബക്കാർ മാത്രമാണ്. അപ്പൊ അവരുണ്ടാക്കിയെടുത്ത ഒരു ചരിത്രമാണ് ലൂക്കോസ്. അപ്പൊ തെറ്റിപ്പോയി. അപ്പൊ ഈ പേരൊക്കെ ഇടുമ്പോൾ ഈ ലൂക്കോസ് എന്നൊക്കെ പറയാതെ മറ്റേതൊരു പേരൊക്കെ ഇടണമായിരുന്നു. പിന്നെ കുറച്ചുകൂടി നമ്മൾ കുറച്ച് തപ്പി നമ്മൾ കുറെ കുഴപ്പി പോയനായിരുന്നു. ലൂക്കോസ് എന്നൊക്കെ പറഞ്ഞോണ്ട് ഏത് പൊട്ടനും ബൈബിൾ അറിയാവുന്ന, പിന്നെ അവിടെ പോയ മറ്റേ അജി ബ്രദറിന് അത് ക്ലിക്ക് എന്നുള്ളത് എനിക്ക് ഭയങ്കര അതിശയമാണ്. കാരണം ബ്രദറുകാർക്ക് ഇതൊക്കെ മനസ്സിലാവേണ്ടതാണ്. ഈ എപ്പോഴാണോ ലൂക്കോസ് 10% സഭയിലേക്ക് വന്നിട്ട് ഒറ്റ ചോദ്യം ബുദ്ധി അറിയാണ്ട് എടുക്കണം, അതുകൊണ്ടാ. അല്ല എപ്പോഴാണോ ലൂക്കോസ് സഭയിലേക്ക് വന്ന ഒരൊറ്റ ചോദ്യം ചോദിച്ചെങ്കിൽ ഷിബു അന്നേരം അവിടെ തെറ്റിപ്പോയനായിരുന്നു. അപ്പൊ ആ ചോദ്യം അവിടെ ചോദിച്ചില്ല. അതിന് പകരം അദ്ദേഹം പിന്നീടുള്ളവർക്കും കിട്ടി എന്നുള്ള നിലയിലുള്ള ഒരു ഡയലോഗ് അദ്ദേഹം അടിച്ചിട്ടുണ്ട്. എതിർപ്പ് പറഞ്ഞു, അത് ശരിയാ, എതിർപ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിനകത്തിൽ. അതായത് എല്ലാവർക്കും ഇപ്പം ശേഷം വന്ന തിമോത്തിയോസിനും ഈ തീത്തോസിനും ഒക്കെ സഭ സ്ഥാപിക്കാനും പൗരോഹിത്യം ഒക്കെ അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ള ക്ലെയിം അദ്ദേഹം പറഞ്ഞു, അത് ശരിയാണ്. പക്ഷേ ഈ 12 അപ്പോസ്തലന്മാരിൽ ഈ തോമസ് ലീഹയുടെ അവിശ്വാസം മുഖാന്തരം അദ്ദേഹത്തിന്റെ അപ്പോസ്തലത്വം ഉരിഞ്ഞു കളഞ്ഞു എന്നുള്ള ഷിബു പീഡിയക്കിന്റെ ഈ വളരെ നിന്ദ്യമായ ക്ലെയിം, വളരെ മ്ലേച്ഛകരമായ നിന്ദ്യമായ ക്ലെയിം, മാത്രമല്ല ഇസ്കറിയോത്ത യൂദയുടെ കൂട്ടുചേർത്ത ഇവരുടെ സെതറ, പൈശാചികമായ ഇവരുടെ സെതറ എന്ന് തന്നെ പറയാം. എനിക്ക് യാതൊരു മടി ആ കാര്യത്തിലില്ല പറയാനായിട്ട്. കാരണം ഇസ്കറിയോത്ത യൂദാവിന്റെ കൂടെ നാശയോഗ്യനായ അവന്റെ കൂടെ നമ്മുടെ സെന്റ് തോമസ് ക്രിസ്ത്യൻസിന്റെ ഞങ്ങളുടെ അപ്പോസ്തലനെ ചേർത്ത് വെച്ച ഈ യാക്കോബയ സഭ, ഇവരോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനത്തെ വിഡ്ഢിത്തരവും വിവരക്കേടും കാണിക്കുമ്പോൾ കുറച്ചുകൂടെ ലോജിക്ക് പ്രവർത്തിക്കുക, കുറച്ചുകൂടെ ചരിത്രത്തെ പറ്റിയും സഭയെ പറ്റിയും ബൈബിളെങ്കിലും ബേസിക്കലി, എന്നാൽ ഇവിടുത്തെ പെന്തിക്കോസ് ബ്രദറുകാരുടെ അത്രയെങ്കിലും ബൈബിൾ അറിയാവുന്നവരൊക്കെ ഈ സെതറ എഴുതുക എന്നുള്ളതാണ് നിങ്ങൾ പറയാനുള്ളത്. അപ്പൊ ഇവന്റെയൊക്കെ എക്ലേഷ്യോളജി ഇത്രേ ഉള്ളൂ. ഇവരൊക്കെ എന്നിട്ട് വേറെ കോമഡി വെച്ചാൽ അതിനകത്ത് പറയുന്നുണ്ട് ബ്രദറൻ സഭയ്ക്ക് ഒരു എക്ലേഷ്യോളജി ഉണ്ട്, മറ്റേ സഭയ്ക്ക് കുറെ സഭകളുടെ പേര് ഞങ്ങൾക്കും അങ്ങനെയൊക്കെ. നിങ്ങളുടെ എക്ലേഷ്യോളജി ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ യാക്കോബക്കാരുടെ എക്ലേഷ്യോളജി ഇത്രയ്ക്കേ ഉള്ളൂ. നീയൊക്കെ സെതറ എഴുതിയിട്ട് അപ്പോസ്തലൻ അല്ലെന്നും അതിന് പകരമായിട്ട് പിന്നീട് സഭയിലേക്ക് വന്ന ലൂക്കോസിന് ഇത് പൗരോഹിത്യം അന്ന് കിട്ടിയെന്ന് പറഞ്ഞ ഊളത്തരം പറഞ്ഞ നിന്നോടൊക്കെ എന്താ ഇനി പറയേണ്ടത്? ഇതാണ് നിന്റെയൊക്കെ എക്ലേഷ്യോളജി.